أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള സിസ്റ്റർ ജംഷീന മാമിനെ ബഹുമാനപൂർവം ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരിമാരെ, ഇന്ന് ലോകത്ത് ആശയവിനിമയ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. അത് ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഒരു 40 വർഷം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാടുകളിൽ ഒരു മരണം ബന്ധുക്കളെ അറിയിക്കണമെങ്കിൽ അവരുടെ വീടുകളിലേക്ക് വാഹനം അയക്കുകയായിരുന്നു പതിവ്. ഫോൺ സൗകര്യം വന്നതോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് എളുപ്പമായി. അതെ, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഫോണും മൊബൈൽ ഫോണും എല്ലാം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ മനുഷ്യരുടെ ബാധ്യതയാണ്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവന്റെ വിധിവിലക്കുകൾ പാലിക്കുക എന്നുള്ളത്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതി പിന്നിടുമ്പോഴാണ് ലോകത്ത് ആദ്യമായി ഇന്റർനെറ്റ് കടന്നു വരുന്നത്. ഇന്റർനെറ്റ് ഇന്ന് വായുവും വെള്ളവും പോലെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായ സോഷ്യൽ മീഡിയ അഥവാ സാമൂഹ്യ മാധ്യമങ്ങൾ, അതിന്റെ കാര്യവും അങ്ങനെ തന്നെ. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മറ്റേതൊരു ഭാഗത്തെയും വാർത്തകളും വിശേഷങ്ങളും കൈമാറാം നിമിഷങ്ങൾക്കകം അവ മുഖാന്തരം സാധ്യമാക്കുന്നു. അതിനു പുറമെ മറ്റ് ധാരാളം പ്രയോജനങ്ങളും അവയ്ക്കുണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ പറ്റാത്ത വിധം അതിന്റെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്നർത്ഥം. സഹോദരിമാരെ, ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. ഏതൊരു കാര്യത്തിൽ എന്ന പോലെ സോഷ്യൽ മീഡിയയും ഒരാളെ നരകത്തിലോ സ്വർഗത്തിലോ കൊണ്ടുചെന്നെത്തിക്കാം. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവൻ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരിമാരെ, ഇന്ന് സ്ത്രീ സമൂഹത്തിൽ വളരെയധികം ഗുരുതരമായ നിലയിൽ ഈ മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനുകൾ സ്വാധീനം ചെലുത്തുന്നതായിട്ട് നാം ഓരോ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം തന്നെ ഇന്ന് വീട്ടമ്മമാരിലും മറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിലും നമ്മൾ സ്വാധീനം ചെലുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതേ രീതിയിൽ അപകടകാരികളായ പല വിഷയങ്ങളിലേക്കും അത് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ വിഷയം മൊബൈൽ സ്ക്രീൻ കവർന്നെടുക്കുന്ന പെൺഹൃദയം. ഒട്ടും വൈകിക്കാതെ നമുക്ക് വിഷയാവതരണത്തിലോട്ട് പോവാം. അതിനായി ജംഷീന മാമിനെ സ്വാഗതം ചെയ്യുന്നു. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. السلام عليكم ورحمة الله وبركاته. എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാൾ പറയൂട്ടോ, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. ആരെങ്കിലും ക്ലിയർ ആണോ? എനിക്ക് ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. ഓക്കെ, ഇൻ കേസ് എൻ്റെ സൗണ്ട് ബ്രേക്ക് ആവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനും ഈ ഒരു സെക്ഷനിൽ നിന്ന് പങ്കെടുക്കുന്നത്. ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ് നിങ്ങളുടെ തസ്കിയ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ. സ്റ്റിൽ ഐ എം വെരി ഹാപ്പി. കാരണം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് എൻ്റെ കൈകളിലോട്ട് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിത സമയം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ
അനിവാര്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കാരണം ഏറ്റവും വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഇൻഷാ അല്ലാഹ്. ആഹ് ഇതിന്റെ അധികൃതർ ഈ പിസി എന്ന് പറഞ്ഞിട്ടുള്ള ഇതില് എനിക്ക് ഷെയർ സ്ക്രീൻ ചെയ്യാൻ ഒന്ന് എന്നെ ഹോസ്റ്റ് ആക്കി തരോ? പ്രസന്റേഷൻ ചെയ്യാനായിരുന്നു. മാമിന് അതിൽ പറ്റൂല. കോഹോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആഹ് പ ആക്ച്വലി ഞാന് ഫോണിലാണ് അത് ചെയ്യുന്നത്. പക്ഷെ പ്രസന്റേഷൻ ചെയ്യുന്നത് എന്റെ ലാപ്ടോപ്പിലാണ്. ആ അത് ഓക്കെ. പിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്. അതും കൂടെ ഹോസ്റ്റ് ആക്കി തന്നാ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? യെസ്, ഒരു മിനിറ്റ്. യാ, ചെയ്തിട്ടുണ്ട്. ഓക്കെ. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോൺ കവർന്നെടുക്കുന്ന പെൺഹൃദയം. എന്തുകൊണ്ടാണ് നമ്മൾക്കിടയിൽ ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയാനുള്ള കാരണം? ബിക്കോസ് ഈ ഒരു ജനറേഷനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പോസിറ്റിവിറ്റിയും ഉണ്ട്, നെഗറ്റിവിറ്റിയും ഉണ്ട്. അതായത് ഗുണവും ഉണ്ട്, ദോഷമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഗുണത്തെക്കാൾ ദോഷമാണ് നമുക്ക് കൂടുതലും ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം AI ആണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം അല്ലെ. AI എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കും AI ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെ അത് ഗുണകരമാണെങ്കിലും AI വെച്ച് കുറെ മിസ്യൂസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങളും അതോടൊപ്പം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് മൊബൈൽ ഫോൺ നമ്മളുടെ ലൈഫിനെ നമ്മൾ പോലും അറിയാതെ നമ്മളത് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഏറ്റവും അവെയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഞാൻ കുറച്ച് കാറ്റഗറി ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ലോകം. അതായത് ഇന്നത്തെ ലോകത്ത് ശരിക്കും ഈ മൊബൈൽ ഫോൺ കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട ഒരു കാര്യം പ്രേമം തന്നാണ്. അതൊരിക്കലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ അല്ലെ. അത് ഈ ഒരു കാലഘട്ടത്തിൽ എന്നല്ല, കുറേ കാലഘട്ടങ്ങളായിട്ട് ഉസ്താദുമാരും അതുപോലെ മുഅല്ലിമമാരും അതേപോലെ പാരന്റ്സും ഒക്കെ കൺസേൺഡ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രേമം എന്നുള്ളത്. പക്ഷെ ഈ ഒരു ജനറേഷനിൽ അവിടെ എന്താണ് ഒരു വ്യത്യാസം വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സാധാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിന് മുന്നേ വരെ അത് റെയർ ആയിരുന്നു. ഒരു പ്രേമം, പ്രേമിക്കുക എന്നൊക്കെ പറയുമ്പോ അല്ലാ ഓള് പ്രേമത്തിലാണോ, അല്ലാ ഓൻ പ്രേമത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇന്ന് നമ്മളൊരു 5 കുട്ടികളെ എടുത്തു നോക്കിയാൽ അതിൽ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ പ്രേമം ഇല്ലാതിരിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് വളരെ നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നോർമലൈസിങ് ആയിരിക്കുന്നു. നോർമലൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് എല്ലാവിടെയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗൗരവവും നിസ്സാരമായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സംഭവിക്കുന്നത്. ഓക്കെ. അതിന് പ്രചോദനമായിട്ടുള്ള കുറെ കാര്യങ്ങളും കൂടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്ന വ്യത്യാസം. അതായത് നേരത്തെ എന്ന് പറയുമ്പോ ഈ പ്രേമം അല്ലെങ്കിൽ ഈ ലവ് റിലേറ്റഡ്, അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് ആയത് മൂവീസിലൊക്കെയാണ് കൂടുതലും അല്ലെ. ഈ ഒരു ഇതൊരു ലവ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇമോഷൻ ആണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതും നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ വരുന്നതും ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ആക്ഷനിലോട്ട് വരുമ്പോഴാണ് അതിന്റെ തെറ്റും അതിന്റെ തിന്മയായിട്ടുള്ള ഒരു ആസ്പെക്ട് ഒക്കെ കൂടുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമുക്കുള്ള ഫീലിങ്സ് നമ്മൾ ആക്ഷനായിട്ട് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതിന് പ്രചോദനമായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഒക്കെ വരുന്നതിന്റെ മുന്നേ നമ്മുടെ
നമ്മുടെ ടീനേജേഴ്സ് ഒക്കെ അതിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയത് മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചതാണ്. അത് നമ്മൾ എങ്ങനായിരുന്നു പണ്ടുള്ളവരൊക്കെ മൂവീസ് ഒക്കെ കണ്ടത്, തിയേറ്ററിലൊക്കെ പോയിട്ടും ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ അത് ആ ഒരു തിയേറ്ററിൽ പോയ ഒരു മൂവി കാണുന്നു, ആ മൂവി കാട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ടീനേജേഴ്സിന്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു, അവർക്ക് അതേപോലെ നടക്കാൻ ആഗ്രഹം തോന്നുന്നു, അത് പിയേഴ്സിന്റെ ഇടയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നു, അത് നമുക്ക് അങ്ങനെ ഒന്ന് ആയി നോക്കിയാലോ എന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു തുടക്കം സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ കാലം ഇനി റിലേറ്റ് ചെയ്ത് നോക്കൂ. വെറുതെ ഫോൺ എടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്താൽ പോലും വരുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും ല്ലേ? അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ ലവ് എമോങ് ടീനേജേഴ്സ് എന്നുള്ളൊരു ടോപ്പിക് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് തോന്നാം. പക്ഷെ അതിന്റെ ഗൗരവം ഏറ്റവും വലുതാണ്. ഇതിന്റെ പിന്നാലെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അള്ളാ നമുക്ക് പോകെ പോകെ അത് ഡിസ്കസ് ചെയ്യാം ട്ടോ. ഇനിയിപ്പോ ടീനേജേഴ്സ് എന്നല്ല, ഏത് പ്രായക്കാരുടെ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ. ഈ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ കുറേ ടീനേജേഴ്സ് ഉണ്ടാവും. ഇവരെ ഞാൻ എടുത്ത് പറയുമ്പോ ചിലപ്പോ ഇവർക്ക് അതങ്ങനെ അത്രക്ക് അങ്ങട് ദഹിക്കണം എന്നില്ല. കാരണം എല്ലാവരും പറയുന്നതാണ്, എൽഡേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതായിരിക്കും അവർക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവുക അല്ലെ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടീനേജേഴ്സ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഒന്ന് പ്രത്യേകമായിട്ട് പറയാണ് ട്ടോ. അതായത് ടീനേജേഴ്സ് എന്നല്ല, എൽഡേഴ്സ് എന്നല്ല, അഡൾട്ട്ഹുഡ് എന്നല്ല, ബേബീസ് എന്നല്ല, അവരവരുടേതായിട്ടുള്ള ഒരു ഏജിൽ അവരുടെ ഏജിന്റെ പ്രശ്നങ്ങൾ വേറെ ഏജിലുള്ളവർ ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ അത് അംഗീകരിക്കാനും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും നമ്മൾക്ക് കഴിവ് കുറച്ച് കുറവ് തന്നെയായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർമ്മത്തെറ്റ് കാരണം അല്ലെങ്കിൽ അവരുടെ പ്രായത്തിന്റെ ഒരു കാരണത്താൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പറയണം, ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആണ്, കാരണം നിങ്ങൾക്ക് വയസ്സായി, നിങ്ങൾക്ക് പ്രായമായി, അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ അവരത് അംഗീകരിക്കൂല. കാരണം അത് വേറൊരു ആംഗിളിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ ഒരു ഏജിൽ തന്നെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും. ഇനി വയസ്സായവര് പോട്ടെ, ഇനി ചെറിയ മക്കളുടെ അടുത്ത് പോയിട്ട് അവർ കുസൃതിയൊക്കെ കാട്ടുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ ഒന്നും അനുസരിക്കാതെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടും ഓരവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കാതെ ഒക്കെ ഓടുന്ന കുട്ടിന്റെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെ കാട്ടുന്നതൊക്കെ ഉണ്ടല്ലോ, നിന്റെ പ്രായത്തിന്റെ കേടാണ്, നിന്റെ പ്രായത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവൂല, ആ കുട്ടി അത് അംഗീകരിക്കൂല. ഓക്കെ, കുട്ടികളുടെ കാര്യം വിടൂ. ഒരു 7 വയസ്സിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ അതാത് പ്രായങ്ങളിലുള്ള ഫോൾട്ടുകൾ ആ പ്രായത്തിൽ നിൽക്കുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും, എവിടെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെച്യൂർഡ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആ പ്രായത്തിൽ നിന്നുകൊണ്ട് തന്നെ യെസ്, ഇതെന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി കുറവായിരിക്കും എന്നുള്ളത് ഒരു സത്യം, അതൊരു ഫാക്ട്. ബട്ട് ആ ഒരു ഫാക്ട് മാറ്റി വെച്ചുകൊണ്ട് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം ഉണ്ടാവും. യെസ്, ഇതെന്റെ ഏജിന്റെ പ്രശ്നമാണ്, അതൊരു ഫാക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ആ ഒരു മെച്യൂരിറ്റി നമ്മൾ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇനി ടീനേജിൽ എന്നല്ല, ഏത് പ്രായത്തിൽ നിന്നാലും നമ്മളത് മനസ്സിലാക്കണം. ഇനി ലവ് എമോങ് ടീനേജേഴ്സ് മാത്രമാണോ ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. അതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ സംഭവിക്കുന്ന വേറൊരു സംഭവം ഉണ്ട്. എന്താണ്? അവിഹിതം. ല്ലേ? അതും വളരെ ഫെമിലറൈസ് ആയിട്ട് ഇരിക്കുന്ന, വളരെ നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അവിഹിതം എന്ന് പറയുന്നത്. അതിനിപ്പോ വേറെ പല കാര്യങ്ങളും അവര് പറയുന്നുണ്ട്. എനിക്ക് ആ ജീവിതം ഇഷ്ടമല്ല, എനിക്ക് ആ ജീവിതത്തിൽ ഒരു പൊരുത്തമില്ല, അപ്പൊ എനിക്ക് പറ്റുന്ന ജീവിതം, എനിക്ക് പറ്റുന്ന ഒരാളെ തേടി ഞാൻ പോയി. എത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് അല്ലെ. പക്ഷെ ഈ ജീവിതം അത് ആരാണ് തന്നത്? ഒരു ദാമ്പത്യ ജീവിതം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ നിന്നുമുള്ള ഒരു ഗിഫ്റ്റ് ആണ്. ആ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പോരായ്മകളുണ്ട്, കുറച്ച് പറ്റായികകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളും ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അതല്ലാതെ എവിടെയെങ്കിലും ഒരു ആശ്രയം കാണുമ്പോൾ ആ ആശ്രയത്തിന്റെ പിന്നാലെ പോയിട്ട് എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു, ഞാൻ അയാളിൽ കുറച്ച് അട്രാക്ഷൻ കണ്ടു, എനിക്ക് എന്റെ ഭർത്താവിൽ കിട്ടാത്ത പല കാര്യങ്ങളും അയാൾ എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പക്ഷെ അവിടെയും
എങ്ങനെയാണ് അവിഹിതത്തിലോട്ട് എത്തിച്ചേർന്നത് എന്ന് നമ്മൾ ഉള്ളിൽ നമ്മൾ ഗവേഷിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയും പ്രോബ്ലം മൊബൈൽ ഫോൺ ആണ് എന്നുള്ളത്. അത് ചിലപ്പോ സ്വന്തം ഭർത്താവിൽ നിന്നുമുള്ള ഒരു കെയറിങ്ങിന്റെ കുറവായിരിക്കാം, സ്വന്തം ഭർത്താവിൽ നിന്നുമുള്ള പോരായ്മകളായിരിക്കാം. ചിലപ്പോ അത് ഭർത്താവിന്റെ ജോലി തിരക്കുകളാവാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ മൊബൈൽ ഫോൺ ഭർത്താവിന് അത്രത്തോളം പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറ്റി നിർത്തുന്ന ഒരു കാരണത്താലായിരിക്കാം ഭാര്യ ഇത്രയും കാര്യങ്ങൾ ഭർത്താവിൽ നിന്നും അനുഭവിക്കുന്നത്. അവിടെയും വില്ലൻ ആരാണ്? മൊബൈൽ ഫോൺ തന്നെയാണ് അല്ലെ? ഇനി ഈ ഭാര്യ എങ്ങനെയാണ് ഭർത്താവിൽ നിന്നുമുള്ള ഇത്രയും കാര്യങ്ങൾ പോരായ്മകളായിട്ട് കാണുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഭർത്താവിൽ നിന്നും എന്തൊക്കെ വേണം, ഒരു ലവേഴ്സിന്റെ ഇടയിൽ എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത്, ആ കാര്യം ഈ കാര്യം, അതായത് ഒരു ടൂറ് പോവുക, അതേപോലെ കുറച്ച് റീൽസ് എടുക്കുക, കുറച്ച് കൊഞ്ചിക്കൊഴഞ്ഞു നിൽക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും ഈ സ്ത്രീ എന്തിൽ കാണുന്നു? റീൽസിൽ കാണുന്നു. മറ്റുള്ള ദാമ്പത്യ ജീവിതത്തിൽ മൊബൈൽ ഫോണിലൂടെ മറ്റുള്ള ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ സ്ത്രീ കാണുകയാണ്. അപ്പൊ ഈ സ്ത്രീക്ക് തോന്നുകയാണ് ഇതൊന്നും എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ എന്നുള്ളത്. ബട്ട് ആ സ്ത്രീ അറിയാതെ പോകുന്ന വേറൊരു കാര്യമുണ്ട്. മൊബൈൽ ഫോണിൽ നടക്കുന്നത് വെറും ആക്ടിങ് മാത്രാണ്. വെറും ആക്ടിങ് മാത്രാണ്. ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ളത് ഇവൾക്ക് അറിയുന്നില്ല. അപ്പൊ വീണ്ടും എന്തിലോട്ട് പോവാണ്? പല കാര്യങ്ങളും അട്രാക്ഷൻ തോന്നിയിട്ട് എന്റെ ഭർത്താവ് ഇതൊന്നും ഇല്ലല്ലോ, എനിക്കിതൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇതൊക്കെ കിട്ടുന്ന ഒരു ഭാഗത്തിലോട്ട് ഞാൻ പോകാം എന്ന് ഈ സ്ത്രീക്ക് തോന്നിയിട്ട് അവിഹിതത്തിലോട്ട് പോവാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊക്കെ വളരെ നോർമലൈസ് ആയി എന്നുള്ളതാണ്. അതിനെ ന്യായീകരിക്കാനും കുറെ റീസൺസും ഇപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ തെറ്റാണ്. ഓക്കെ, എനിവേസ്, ഇതിലപ്പുറം അവിഹിതവും ലവും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇതിലപ്പുറം ഒരു സ്ത്രീയെ ബാധിക്കുന്ന വേറെ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാ വ്ളോഗിങ്, ല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഒരുപാട് ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വ്ളോഗ്. എക്സ്പോസിങ് അവർ ഓൺ ലൈഫ്സ്. എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ലജ്ജയില്ലാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു നടക്കുക എന്നുള്ളത്. നമ്മുടെ എന്തൊക്കെയാ ഇപ്പൊ ചെയ്യണതിലെ എ ഡേ ഇൻ മൈ ലൈഫ്, അവൾ എന്തൊക്കെയാണ് ആ ദിവസം ചെയ്യണത് എന്നുള്ളത് ഇത്രയും നാട്ടുകാരെ അറിയിക്കുകയാണ്. അത് അറിയിക്കണത് കൊണ്ട് എന്താണ് അവൾക്ക് കിട്ടാൻ പോണത്? ല്ലേ? നമ്മളുടെ ജീവിതം മറ്റുള്ളവരിലോട്ട് കാണിച്ചിട്ട് നമ്മൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതില് ചിലപ്പോ കുറവുകൾ ഉണ്ടാവാം, ചിലപ്പോ നേട്ടങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ സന്തോഷങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഈ സ്ത്രീ എന്ത് ചെയ്യാണ്? അത് മറ്റുള്ളവരിലോട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഈ കാണിച്ചുകൊണ്ട് നടക്കുമ്പോ ഈ സ്ത്രീക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, എല്ലാവരും എന്നെ ഇങ്ങനെ കാണല്ലേ, അപ്പൊ എനിക്ക് കുറച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരിക്കും, ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കാണുമ്പോ ഒരു രസം ഉണ്ടാവും, കുറച്ച് ആ ഒരു സാധനം ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു കൊടുക്കുമ്പോ ഒരു വില ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി തോന്നും ല്ലേ? ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോവാണ് എന്ന് വെക്ക. കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്ന ഒരു സഭയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രമല്ല നമ്മൾ കല്യാണത്തിന് പോകുമ്പോ ധരിക്കുക ല്ലേ? എന്തുകൊണ്ടാണ്? കുറച്ച് ആൾക്കാരുകൾ കൂടാണ്. അപ്പൊ അവര് നമ്മളെ നോക്കുമ്പോ നമ്മളൊരു നീറ്റ്നെസ് ആയിട്ട് അവർക്ക് തോന്നണം. ഒരു 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 വാല്യൂ ആയിട്ട് നമ്മളെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ നീറ്റായിട്ടും കുറച്ച് ആ രീതിയിലും ഒക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരിലോട്ടൊക്കെ ഇങ്ങനെ കാട്ടിക്കൊടുക്കുമ്പോ കുറച്ച് എന്താ പറയാ, കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വേടിക്കാനും അത് കാട്ടിക്കൂട്ടാനും ഒക്കെ ഈ സ്ത്രീക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുകയാണ്. അത് മിക്ക സ്ത്രീകളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വ്ളോഗിംഗ് എന്ന് പറയുന്നത്. അതും പല രീതിയിലുള്ള റീൽസ് എടുക്കുക, ല്ലേ? അത് വേറെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ അറിയോ? അതായത് ഒരു പെണ്ണ് നോക്കാൻ പോവാണെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നൊക്കെ ഇപ്പൊ പെണ്ണ് നോക്കാൻ പോകുമ്പോ പറയുന്ന ഒരു കാര്യമാണ്, അവള് നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാണ് ട്ടോ, നല്ല രീതിയില് അബായൊക്കെ ഇട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്, ഹിജാബൊക്കെ ധരിക്കുന്ന കുട്ടിയാണ് ട്ടോ, നമുക്ക് ഓളെ നോക്കാന്നാണ് പണ്ടൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എന്താ പറയണത്? അവള് നല്ല ആക്റ്റീവ് ആണ് ട്ടോ, അവള് നല്ല വീഡിയോസ് ഒക്കെ എടുക്കും, അവള്
അവൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പറയണത്. അപ്പൊ അവള് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഇപ്പൊ പെണ്ണടക്കം നോക്കാൻ പോണത്. എല്ലാരും അല്ല പറയണത്. പക്ഷെ അത്തരത്തിലുള്ള തോട്ടാണ് ഇപ്പോൾ കൂടി വരുന്നത്. അതേപോലെ ഉമ്മമാര് സംഭവിക്കുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്. അവരുടെ ഈ കൂട്ടത്തിലുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ഈ ഉമ്മമാര് പോയി പറയണത് എന്താ? എന്റെ മോളുണ്ടല്ലോ നല്ല രീതിയിൽ വീഡിയോ എടുക്കും. എന്റെ മോള് എപ്പോഴും റീൽസ് എടുക്കും. അവള് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇത്ര വ്യൂസ് ഉണ്ട്, ഇത്ര ലൈക്ക് ഉണ്ട്, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പൊ വില. അതൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പൊ വാല്യൂ. അതൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ ഒരു പെണ്ണ് തികഞ്ഞവളാകുന്നത് എന്ന ഒരു ചിന്താഗതിയിലോട്ട് ഈ ലോകം വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ല്ലേ? സുബ്ഹാനല്ലാഹ്. ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോ സ്റ്റോറീസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്ക ആൾക്കാരും ല്ലേ? സ്റ്റോറീസ് ഇട്ടില്ലെങ്കില്, അതായത് സെൽഫികളൊന്നും ഇട്ടില്ലെങ്കില്, സ്റ്റേറ്റസ് ഒന്നും ഇട്ടില്ലെങ്കില്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കില് അവൾ അങ്ങനൊരു സാധനാണ്. എപ്പഴും അങ്ങനാണ്. അവൾ ആക്റ്റീവ് അല്ല. അവൾ ആരടുത്തും മിണ്ടാത്തൊരു കുട്ടിയാണ്. അങ്ങനൊരു വില കുറച്ച് കാണുന്ന ഒരു കാലഘട്ടമായി മാറി ഇപ്പൊ. അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. സുബ്ഹാനല്ലാഹ്. എന്തായാലും ഇതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? അവര് ഇപ്പൊ ലജ്ജയാണ് ആക്ച്വലി അവിടെ ഇല്ലാതായി പോകുന്നത് ല്ലേ? നമ്മൾക്കിപ്പോ പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഒരു ഒരു 4 ആൾക്കാരുടെ ഒരു 4 ആൾക്കാർ കൂടി ഇരിക്കുന്ന ഒരു ഭാഗത്തോട്ട് നമ്മള് നമ്മള് ഫുൾ കവേർഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്താലും നമുക്ക് പോകുമ്പോ ഒരു മടി ഉണ്ടാവും ല്ലേ? ഓ, എന്റെ എല്ലാവിടെയും കവർ ആയിട്ടുണ്ടോ? എന്റെ ഡ്രസ്സിങ്ങിൽ വല്ല കുഴപ്പമുണ്ടോ? എന്നൊക്കെ നമുക്കൊരു മടിയല്ലേ? ഇനി ഇപ്പൊ സ്ത്രീകൾ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. നമ്മളുടെ ബ്രാൻഡ് വള്ളി കാണുന്നുണ്ടോ? ബ്രാ ഉള്ളിലിട്ടത് ഇങ്ങനെ കൊക്കി കാണുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ഉണ്ടോ? എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ബട്ട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തില് അതും ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അവിടെ ലജ്ജ കുറഞ്ഞു പോയി എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ വേണമെങ്കിലും എക്സ്പോസ് ചെയ്യാൻ അവര് റെഡിയാണ്. വേറൊരു സംഭവം എന്താന്ന് വെച്ചാ, ഇപ്പൊ റീൽസ് ഒക്കെ മിക്കവാറും എല്ലാവരും റീൽസ് ഒക്കെ കാണുന്നവരായിരിക്കും ല്ലേ? നമ്മള് അതില് ചിലവര് ചിലപ്പോ റീൽസ് കാണണംന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്ന് കാണുന്നവരായിരിക്കില്ല. ബട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുമ്പോ ഇങ്ങനെ കേറി വരുന്നതായിട്ടും ചിലര് കാണാറുണ്ടാവും. എങ്ങനെയാണ് ഇപ്പത്തെ സ്ത്രീകളൊക്കെ മുസ്ലിം സ്ത്രീകളാണ് ഒരുപാടും റീൽസിലും അതേപോലെ ഈ വ്ളോഗിങ്ങിന്റെ പിന്നാലെയും ഒക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതും എങ്ങനെയാണ് വരുന്നത്? ചിലപ്പോ അവരോട് ചോദിച്ചാൽ അവര് പറയും, അതിനെന്താ, ഞാൻ ഹിജാബ് ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ മുടിയൊന്നും കാട്ടുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. മുടി കാട്ടിയില്ലെങ്കിൽ എന്താ, ബാക്കിയുള്ള മുടി ചിലപ്പോ മറച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള ശരീരഭാഗങ്ങളൊക്കെ എടുത്ത് കാട്ടുന്ന പോലെയുള്ള വസ്ത്രമായിരിക്കും അവര് ധരിച്ചിട്ടുണ്ടാവുക. വീണ്ടും നോക്കുമ്പോ ചിലപ്പോ ഫുൾ സ്ലീവ് ഒക്കെ ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. ചിലപ്പോ സ്കിൻ ഒന്നും കാണുന്നുണ്ടാവില്ല. ബട്ട് എന്നാലും ഫ്രണ്ടും ബാക്കും ഒക്കെ ഷേപ്പ് ഒക്കെ അറിയുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കും അവര് ധരിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ധരിച്ചിട്ടുണ്ട്. ബട്ട് ആക്ച്വലി അവര് നഗ്നരാണ് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ആ ഒരു രീതിയിലാണ് അവരവരുടെ ബോഡിയൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് ല്ലേ? നമ്മളുടെ സ്കിന്നും മുടിയും മറച്ചതിനാൽ മാത്രം എല്ലാം ആവുന്നില്ല. എന്നിട്ട് ഇങ്ങനൊരു ഡ്രസ്സ് ഇട്ടിട്ടും എന്താണ് ചെയ്യുന്നത്? വന്നിട്ട് ഡാൻസ് കളിക്കും. ചിലപ്പോ ഓരോ ഡയലോഗ് പറഞ്ഞിട്ട് റീൽസ് എടുക്കും. അങ്ങനൊക്കെയാണ് ചെയ്യണത്. അഗൈൻ വേറെ ചില സ്ത്രീകളുണ്ട്. അബായൊക്കെ ഇട്ടിട്ടായിരിക്കും വന്നിട്ട് ഡാൻസ് കളിക്കുക. ഹിജാബും അബായും ഒക്കെ ഇട്ടിട്ടായിരിക്കും വന്ന് ഡാൻസ് കളിക്കുക. പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു വലിയ ആഹ് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്താ അറിയോ? ഹിജാബ് ഒക്കെ ഇട്ടിട്ട് ഫുൾ കവേർഡ് ആയിട്ട് വന്നിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ടാവും. ഫുള്ള് കവേർഡ് ആയിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഏത് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് കൺസീലർ ഇടുന്നത്, ഞാൻ എങ്ങനെയാണ് എന്റെ കണ്ണ് എഴുതുന്നത്, അത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ് വീഡിയോസ് ആയിരിക്കും ഇടുക. അപ്പൊ അവരും ന്യായീകരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഹിജാബ് ഇട്ടിട്ടല്ലേ ചെയ്യുന്നത് എന്നുള്ളത്. ബട്ട് ഹിജാബ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് മറയ്ക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് മീനിങ് ഉള്ള ഒരു സംഭവമാണ് ഹിജാബ്. ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഹിജാബ് എന്നുള്ളത്. നമ്മൾ അതിന്റെ ഉള്ളടക്കം വീണ്ടും വീണ്ടും നമ്മൾ പഠിച്ചു പോകുമ്പോഴേ അതിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് ഫെമിനിസം അല്ലെ? ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇക്വാലിറ്റി പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പൊ കുറെ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇക്വാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട്.
ബട്ട് ഇവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാ അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ പുരുഷനായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അറിയാം ആ പുരുഷന് വേണ്ട ക്വാളിറ്റിയും റബ്ബ് പുരുഷന് കൊടുത്തിട്ടുണ്ട്. സ്ത്രീയെ സ്ത്രീ എന്ന് പറഞ്ഞ് റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടുന്ന ക്വാളിറ്റി അവൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ക്രിയേറ്റഡ് ല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനാണ് രണ്ട് ജെൻഡേഴ്സിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതും കടന്ന് നമ്മൾ മാറ്റം ഒരുപാട് അങ്ങോട്ട് വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ദോഷമാവുന്നത്. എന്താണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീയെക്കാട്ടിലും കുറച്ച് സുപ്പീരിയർ ആയിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലേ അതിലൊരു ബ്യൂട്ടി ഉള്ളൂ എന്നും കൂടെ നമ്മുടെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പെണ്ണിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, നമ്മൾ പറഞ്ഞു ലവ് എമോങ് ടീനേജേഴ്സ് എന്ന് പറഞ്ഞു, ലവ് എമോങ് മാരീഡ് പീപ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫെമിനിസം പറഞ്ഞു, അത് പറഞ്ഞു, എല്ലാം നമ്മൾ വ്ളോഗിങ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഇതൊക്കെ നെഗറ്റിവിറ്റി ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് ആക്ച്വലി ഇതിന്റെയൊക്കെ റീസൺ എന്താണ്? എന്താണ് ഒരു സ്ത്രീന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീനേജേഴ്സിനെ കുറിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഏജിൽ വരുന്ന കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ് അതിനുള്ള റീസൺസ്. എന്തായാലും എല്ലാ ഏജിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോർമോണൽ ചേഞ്ചസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സ്ത്രീയായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് അല്ലെ? ബട്ട് ഈ ഹോർമോൺസ് ആ ഒരു ഏജ് എത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ആക്ടിവേറ്റ് ആവുമെങ്കിലും പുറത്തുള്ള സിറ്റുവേഷൻസും പുറത്തുള്ള കാര്യങ്ങളും ഇതിന് പ്രചോദനം നൽകുന്ന പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഹോർമോൺസ് ഒന്നും കൂടെ കൂടുതലായിട്ട് ആക്റ്റീവ് ആകും എന്നാണ് അവിടുത്തെ സത്യാവസ്ഥ. ഓക്കെ, ഇനി എന്താണ് ഈ അഡൽട്സിന്റെ ഇടയിൽ നടക്കുന്നത്, അതായത് അവിഹിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എഗെയിൻ അവിഹിതം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ്സിന്റെ ഇടയിൽ ഒരു ഒരു പോസിറ്റിവിറ്റി കിട്ടുമ്പോൾ, അതായത് ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവർക്ക് പല രീതിയിലുള്ള സ്ട്രെസ്സുകളാണ് ഉണ്ടാവുന്നത്. ചിലപ്പോ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുമുള്ള സ്ട്രെസ് ആയിരിക്കാം, കുടുംബപരമായിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാം, ജോലി തിരക്കായിട്ടുള്ള സ്ട്രെസ്സുകളായിരിക്കാം. ഇതിന്റെ ഇടയിലൊക്കെ അവർ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സ് ആയിട്ട് ന്യൂലി ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മൊബൈൽ ഫോണും അതിൽ നിന്നും കിട്ടുന്ന കുറച്ച് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻസും ഒക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്നും ഒരു സുഖം തോന്നുന്നു, അപ്പൊ അതിലോട്ട് ചായുന്നു. അതാണ് ആക്ച്വലി അവിഹിതത്തിനും സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിഹിതമായിക്കോട്ടെ, ടീനേജേഴ്സിന്റെ ഇടയിലുള്ള ലവ് ആയിക്കോട്ടെ, എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? അതായത് ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ്സിന് ഇരിക്കുകയാണ്. ഈ ക്ലാസ്സിന് ഞാൻ ഇരിക്കുമ്പോൾ എന്റെ ഗോൾ എന്താണ്? ഈ ഒരു വിഷയം ഏറ്റവും നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരിക എന്നുള്ളതാണ് എന്റെ ഒരു ഗോള്. എനിക്ക് ചെറിയൊരു ബേബി ഉണ്ട്. അപ്പൊ ഞാൻ ബേബിനെ എന്റെ അടുത്ത് ഇപ്പൊ ഇരുത്തിയിട്ടില്ല, ഉമ്മാന്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി ഫുഡൊക്കെ കഴിച്ച് ബാക്കി എല്ലാം ഇപ്പൊ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഒറ്റ ഗോളിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ഒരു വിഷയത്തെ കുറിച്ച് മാത്രാണ്. ഇനി അതല്ല, ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കാതെ ഭക്ഷണത്തിനല്ലേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഭക്ഷണം ഞാൻ കഴിക്കണത്, എന്തൊക്കെ കൂട്ടി കഴിക്കണം, ചോറിന്റെ ഒപ്പം എന്ത് കൂട്ടി കഴിക്കണം, എന്താണ് കറി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറി ഒഴിച്ച് കഴിക്കും, വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, അങ്ങനെ അല്ലെ? അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ എന്തൊരു ആക്ഷൻ ആയിക്കോട്ടെ, നമ്മളൊരു സംഭവത്തിലോട്ട് നമ്മൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ മുഴുകി അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇപ്പൊ ഒരു ലവ് അല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ടോ ഞാൻ സംസാരിക്കുന്നത്. നമ്മളുടെ ലൈഫിൽ കുറേ തിരക്കുകൾ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു ചാറ്റിംഗ് എന്നുള്ള ഒരു ലോകത്തിലോട്ട് മാത്രം നമ്മൾ എൻ്റർ ആയിക്കൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അതിലോട്ട് അങ്ങനെ മുഴുകി പോവുകയാണ്.
മനസ്സിലായോ? പക്ഷെ കല്യാണം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കല്യാണം കഴിയുമ്പോൾ ഇപ്പൊ ഈ ലവ് മാരേജ് ഒക്കെ കഴിഞ്ഞവരുടെ അടുത്ത് ചോദിച്ചാൽ മിക്കവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആയിരിക്കും. കല്യാണത്തിന്റെ മുമ്പുള്ളത് പോലെയല്ല ഇപ്പോ എന്നുള്ളത്. അവിടെയും അവർക്ക് സംഭവിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതേപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഫോണിലൊക്കെ സംസാരിച്ച് ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കുന്നവരുണ്ട്. അവരോട് ചോദിച്ചാലും പറയും എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്തുള്ള പോലെ അല്ലാട്ടോ കല്യാണം കഴിഞ്ഞപ്പോ എന്ന് പറയും. നിക്കാഹ് കഴിഞ്ഞിട്ട് ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒഫീഷ്യൽ ആയിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് കൂടെ ജീവിച്ചവരോടുത്ത് ചോദിച്ചാലും അവർ പറയും നിക്കാഹ് കഴിഞ്ഞ സമയത്ത് ഉള്ള പോലെ ഒന്നല്ല ട്ടോ ഇപ്പൊ കൂടെ ഇരിക്കാൻ തുടങ്ങിയപ്പോ എന്ന് പറയും. എന്തുകൊണ്ടാണ്? ആ ഒരു പീരീഡില് നമ്മളുടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രാണ് അപ്പുറത്തുള്ള ആളിലോട്ട് നമ്മൾ കാട്ടിക്കൊടുക്കുന്നത്. എന്തുകൊണ്ടാ? കാരണം അവർ നമ്മുടെ സ്വന്തമായിട്ടില്ല. ഒഫീഷ്യലി അവർ നമ്മളുടെ സ്വന്തം ആയിട്ടില്ല. അപ്പൊ സ്വന്തം ആവുന്നത് വരെ നമ്മൾ നമ്മളുടെ കാട്ടിക്കൂട്ടലുകൾ മാത്രാണ് അവരുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക. യഥാർത്ഥമായിട്ടുള്ള നമ്മളെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നില്ല. അപ്പുറത്തെ ഭാഗത്തുനിന്നും അതന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ചില ആൾക്കാര് പറയും ഞാൻ അങ്ങനെ കാട്ടിക്കൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ യാഥാർത്ഥ്യമായിട്ടേ അവളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അവന്റെ അടുത്ത് ഞാൻ എങ്ങനാണോ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറയലുണ്ട്. എന്നാലും കല്യാണത്തിന് ശേഷം ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹത്തിന്റെ ഒപ്പം തന്നെ വേറെ പല കാര്യങ്ങളും ബാധ്യതകളും അതേപോലെ പല കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് കുഴച്ചുകൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അല്ലെ കല്യാണത്തിന്റെ ശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലവ് എക്സ്പ്രസിങ് എന്നുള്ള ഒരു ഫാക്ട് നല്ല രീതിയിൽ അവർക്ക് കാട്ടാൻ കഴിയുന്നില്ല പഴയതുപോലെ. അപ്പൊ ഇതാണ് അവിടെ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്തിടത്തോളം നമുക്ക് ആ ഒരു പീരീഡിന് എന്താ പറയേണ്ടതെന്ന് അറിയോ? ഫേക്ക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻഗേജ്മെന്റ് കഴിഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ നിക്കാഹ് കഴിഞ്ഞവരായിരിക്കാം, അവരാണെങ്കിൽ പോലും കല്യാണത്തിന്റെ മുമ്പുള്ള ആ ഒരു പീരീഡ് ഇറ്റ്സ് എ ഫേക്ക് പീരീഡ്. കല്യാണത്തിന് ശേഷം ഒരു 3 മാസമെങ്കിലും കൂടെ ജീവിച്ചാലേ യാഥാർത്ഥ്യമായിട്ട് എന്താണ് ജീവിതം, അയാൾ എന്താണ്, ഈ സ്ത്രീ എങ്ങനെയാണ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുള്ളൂ. അൺടിൽ ആൻഡ് അൺലെസ് അതൊരു ഫേക്ക് കൺവേഴ്സേഷൻ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഒരു സത്യം. അതായത് ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂവിലോട്ട് പോവുകയാണ്. അപ്പൊ ഇന്റർവ്യൂവിലേക്ക് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ എക്സിക്യൂട്ടീവ് ലെവലായിരിക്കും ഞാൻ ചിലപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ റെസ്യൂമെ ഒക്കെ നല്ല രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. വളരെ മാന്യമായിട്ടായിരിക്കും, നല്ലൊരു ഗുഡ് മാനറിലായിരിക്കും ചിലപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ പോയിട്ട് ഇരിക്കുന്നത്. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ ഞാൻ ആ ഇന്റർവ്യൂക്ക് പോയ പോലെ ആയിരിക്കില്ല രാവിലെ എണീച്ച് റെഡിയായി പോകുന്നത്. കാരണം എന്താ? എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആരെയും, അല്ലെ? ഇതന്നെയാണ് ഒരു സ്ത്രീന്റെയും പുരുഷന്റെ ഇടയിലും സംഭവിക്കുന്നത്. ഇനി വ്ളോഗിങ്ങിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എന്താണ് സ്ത്രീന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്? വീണ്ടും ഈ ഒരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് എന്നും ഒരേപോലുള്ള ജീവിതം, ഡെയിലി ലൈഫ്, എന്നും ഡെയിലി ലൈഫ് കോഴ്സ്, അത് ഒരേപോലെ ഒരു ടൈം ടേബിൾ പോലെ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണിക്കുക, മക്കളെ ചിലപ്പോൾ സ്കൂളിൽ അയക്കുക, വീട്ടുകാര്യങ്ങൾ നോക്കുക, വീട് വൃത്തിയാക്കുക, ഫുഡ് ഉണ്ടാക്കുക, വൈകുന്നേരം ആവുക, ചായ വെക്കുക, അല്ലെ? ഇനി പിന്നെ അതിന് ശേഷം രാത്രിക്കുള്ളത് നോക്കുക. അപ്പൊ ഇതൊക്കെ ഒരു ടൈം ടേബിൾ പോലെ ഈ സ്ത്രീയുടെ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിലൊരു ഒരു ഇതുപോലെ വരുന്ന ഒരു മിന്നൽ പോലെ വരുന്ന ഒരു കുളിർമയാണ് ശരിക്കും ഈ മൊബൈൽ ഫോൺ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. ഒരു ചേഞ്ച്, ലൈഫ് സ്റ്റൈലിൽ നിന്നുമുള്ള ഒരു ചേഞ്ച് ആയിട്ട് ഈ സ്ത്രീക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അതേപോലെ ചെയ്യാൻ തോന്നുന്നു, എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നു. ഈ സ്ത്രീക്ക് ചിലപ്പോൾ സംസാരിക്കാൻ വീട്ടിൽ ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ സ്ത്രീയുടെ ഇമോഷൻസ് കേൾക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അവളുടെ കഷ്ടങ്ങൾ കാണാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പൊ ഈ സ്ത്രീക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് നാട്ടുകാരെ കാട്ടിക്കൊടുക്കാമെന്ന്, അങ്ങനെ വ്ളോഗിങ് തുടങ്ങുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സ്ത്രീയുടെ മനസ്സിൽ തോന്നുന്നു. ഇതൊക്കെയാണ് വ്ളോഗിങ്ങിന്റെയും ഇതിന്റെയൊക്കെ പിന്നാലുള്ള കാര്യം. സ്ട്രെസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ സ്ട്രെസ് സ്ത്രീ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഈ ഒരു വീട്ടമ്മമാർക്കുള്ള സ്ട്രെസ് നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റാനുള്ള പല വഴികളുണ്ട്, അല്ലെ? അതായത് ഒരു പ്രോബ്ലം, ഏതൊരു പ്രോബ്ലംസിനാണെങ്കിലും ഒരു സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ സൊല്യൂഷൻ എന്ന് പറയുന്നതും പോസിറ്റീവും ഉണ്ടാവും, നെഗറ്റീവും ഉണ്ടാവും. അപ്പൊ
അപ്പൊ ഇപ്പൊ നമ്മൾക്ക് മനസ്സിനൊരു സുഖമില്ല. മനസ്സിന് എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ എന്തൊക്കെയോ തോട്ടുകൾ ഇങ്ങനെ വന്നു. അപ്പൊ എന്ത് ചെയ്യാണ്? വേഗം ഫോൺ എടുത്തിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് നോക്കാണ്. കുറച്ച് യൂട്യൂബ് നോക്കാണ്. എന്നിട്ട് ഞാൻ പറയാണ്, എനിക്കിപ്പോ ഇത്തിരി സമാധാനായി കുറച്ച് ഫോണൊക്കെ നോക്കിയപ്പോ എന്ന് ഞാൻ പറയാണ്. എങ്കിലും അതിലൂടെ ഞാൻ കണ്ടെത്തിയ സമാധാനം എന്താണ്? നെഗറ്റീവാണ്, ഹറാമാണ്, കറാഹത്തായിരിക്കാം. അങ്ങനെയുള്ള തെറ്റിലോട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ആയിരുന്നു ഞാൻ അതിലൂടെ കണ്ടത്. അതേസമയം എന്റെ മനസ്സ് ശരിയില്ല. ഞാൻ എന്ത് ചെയ്യാണ്? വേഗം ഒന്നും എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാന്റെ അടുത്ത് ദുആ ചെയ്യാണ്. റബ്ബേ, എന്തായിരിക്കും എന്റെ മനസ്സിനൊരു പ്രശ്നം? നീ വേഗം ഹീൽ ചെയ്ത് തരണേ റബ്ബേ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. ഉടനെ എനിക്ക് ഭയങ്കര എൻലൈറ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി ഞാൻ പോയിട്ട് വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. എന്താ ഞാന് എന്റെ വീട് പണി വീണ്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്. കുറച്ച് ഞാൻ ഖുർആൻ എടുത്ത് ഓതാണ്. കുറച്ച് ദിക്ർ ചൊല്ലാണ്. കുറച്ച് ചെടികൾക്ക് വെള്ളം നനയ്ക്കാണ്. സുബ്ഹാനല്ലാഹ്, എത്ര സ്വീറ്റ് ആയിട്ടുള്ള സൊല്യൂഷനാ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും, നെഗറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും. എഗെയിൻ നെഗറ്റീവ് സൊല്യൂഷൻസിലോട്ട് പോകുക എന്നുള്ളത് എളുപ്പമാണ്. പോസിറ്റീവ് സൊല്യൂഷനിലോട്ട് പോവാന്നുള്ളത് വളരെ കഷ്ടമാണ് ട്ടോ. ചിലപ്പോ ഇപ്പൊ ഞാൻ പറയുന്നു 2 റക്അത്ത് നമസ്കരിക്കുക. അപ്പൊ എനിക്ക് ഇറ്റ്സ് ഈസി ആക്ച്വലി. ബട്ട് ഞാൻ വിചാരിക്കാണ്, ഇരിക്കുന്ന അവിടുന്ന് എണിച്ചു പോയി വുളു എടുത്ത് നമസ്കരിച്ച് നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് ഇതിനെക്കാട്ടിലൊക്കെ എളുപ്പല്ലേ വെറുതെ കയ്യിലിരിക്കണ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? വേഗം എളുപ്പ വഴിക്ക് പോവാണ്. പക്ഷെ ആ എളുപ്പ വഴി എന്താണ്? നരകത്തിലോട്ടുള്ള വഴിയും ആവാണ്. ഓക്കെ. ഇനി ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് എന്താണ്? ഇന്നത്തെ ലോകത്ത് എന്ത് സംഭവിക്കുന്നു, സ്ത്രീയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്തത്. ഇനി ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകുമ്പോ ഇസ്ലാമില് എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഗൗരവം ഞാൻ പറയുന്നതിന്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ഹദീസ്. സഹീഹായിട്ടുള്ള ഒരു ഹദീസാണ് അക്കോർഡിംഗ് ടു അഹ്മദ് ഷാക്കിർ. عن ابن عمر قال رسول الله صلى الله عليه وسلم ينزل الدجال في هذه السبخة بمدقنات فيكون أكثر من يخرج إليه النساء. അതായത് എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നും നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദജ്ജാൽ വന്നിട്ട് പന എന്ന നദിയുടെ ഓരം വന്ന് ഇരിക്കും. ദജ്ജാലിന്റെ കാലഘട്ടത്തിൽ ട്ടോ വന്നിരിക്കും. അപ്പൊ ഈ ദജ്ജാലിന്റെ അടുത്തേക്ക് പോണ കൂടുതൽ പേരും ആരായിരിക്കും അറിയോ? യഹ്റുജു, കൂടുതൽ പേരും ഇലൈഹിൻ നിസാ, യഹ്റുജു പോകുന്നത് കൂടുതൽ പേരും ആരായിരിക്കും? നിസാ ആയിരിക്കും. അതായത് സ്ത്രീകളായിരിക്കും. സ്ത്രീകളിൽ നിന്നുമായിരിക്കും കൂടുതൽ പേര് എങ്ങോട്ട് പോകുന്നത്? ദജ്ജാൽ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദജ്ജാലിന്റെ അടുത്തേക്ക് പോണത്. എന്നിട്ട് അതെങ്ങനായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? حتى إن الرجل لا يرجع إلى حميمه وإلى أمه. അതായത് ആ ഒരു അവസ്ഥ, ഒരു ഘട്ടം വരും. ആ ഘട്ടം എങ്ങനെയായിരിക്കും? ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ദജ്ജാലിന്റെ അടുത്തേക്ക് പോകുമ്പോ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ആ കുടുംബത്തിലെ പുരുഷൻ എന്ത് ചെയ്യേണ്ടി വരും? ആ കുടുംബത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, വേണ്ട നീ പോണ്ട, അവിടെ അടങ്ങിയിരിക്ക് എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വീട്ടിന്റെ ഉള്ളിൽ പിടിച്ചിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ആരെയൊക്കെ ആയിരിക്കും ആ പുരുഷൻ പിടിച്ചു നിർത്താൻ നോക്കുന്നത്? ഇല ഹമീമിഹി, സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീകളെ, ഇല ഉമ്മിഹി, അവന്റെ സ്വന്തം ഉമ്മയെ അടക്കം, ബനതിഹി, അവന്റെ സ്വന്തം മോളെ, അമ്മതിഹി, അവന്റെ ആന്റിനെ, അതായത് ഉപ്പയുടെ സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഉമ്മയുടെ സിസ്റ്റർ ആയിരിക്കാം. അതായത് ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസരം വരാനിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിച്ച് മീൻസ് ദജ്ജാലിന്റെ ഫോളോവേഴ്സ് ആരായിരിക്കും? സ്ത്രീകളായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? ദജ്ജാലിന്റെ ഫോളോവേഴ്സ് ആരായിരിക്കും? സ്ത്രീകളായിരിക്കും കൂടുതലും. എന്തുകൊണ്ടാണ് ദജ്ജാൽ കൂടുതൽ
ദജ്ജാലിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫിത്നകളാണ് അല്ലെ. ഈ ഫിത്നകൾ കൂടുതലും അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഹദീസ് ഇത്ര ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യം അവിടെ വരുന്നത് ട്ടോ. ഒരു പുരുഷനെയും സ്ത്രീയെയും നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ ഒരു പുരുഷന്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് സ്ത്രീയെക്കാട്ടിലും സ്ട്രോങ്ങർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റുള്ള രീതിയിലോട്ടല്ല. അതായത് ഫിത്നകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡിസയേഴ്സിലൊക്കെ തീർച്ചയായിട്ടും പുരുഷന്റെ മനസ്സ് കുറച്ച് ലോ തന്നെയാണ്. മനസ്സിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ലോ തന്നെയാണ്. ബട്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫിത്നകൾ ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിൽ പെട്ടുപോകുന്ന ചതികള്, മൊബൈൽ ഫോണിൽ നടക്കുന്ന അവിഹിതങ്ങള്, ലവ് അഫെയർസ്, അതായത് ട്രെൻഡുകൾ, ഈ ഒരു ലോകത്തിന്റെ പിന്നാലെ പോകുന്ന ട്രെൻഡുകൾ ഉണ്ടല്ലോ, അത് കൂടുതലും അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് ആരെയായിരിക്കും? സ്ത്രീ ഹൃദയങ്ങളെ ആയിരിക്കും. എഗെയിൻ ഈ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഫിത്നകളാണ്. ഈ ഫിത്നകൾ എന്ന് പറയുമ്പോൾ അത് എന്തിലോട്ട് നയിക്കുന്നു? ദജ്ജാലിന്റെ ഫിത്നകളിലോട്ട് നയിക്കുന്നു. എഗെയിൻ നമ്മൾ അവിടെ പറയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളും ആയിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഫിത്നകൾ വർദ്ധിക്കുന്നു. നാം അറിഞ്ഞിട്ടും അറിയാതെയോ ഈ ഫിത്നകളിലോട്ട് ചാഞ്ഞു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു ഹദീസും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്ത് മിസ്സാകുന്ന ഒരു സംഭവമാണ് ലജ്ജ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നോക്കൂ, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല سمع النبي صلى الله عليه وسلم رجلا يعظ أخاه في الحياء فقال الأحياء من الإيمان. അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. തന്റെ സഹോദരനോട് ലജ്ജ കുറയ്ക്കാൻ ഒരാൾ ഉപദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലജ്ജ ഈമാനിൽ, അതായത് വിശ്വാസത്തിൽ പെട്ടതാണ്. നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ, ലജ്ജ എന്ന് പറയുന്നത് ഈമാന്റെ പാതിയാണെന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരാള് അയാളുടെ സഹോദരൻ, അതായത് അയാളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, നിനക്ക് കുറച്ച് ലജ്ജ കൂടുതലാണ് കേട്ടോ, നീ കുറച്ച് നാണം കുറയ്ക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അവനെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. വേറൊരു ഹദീസിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, അവനെ വിട്ടേക്കൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്. യെസ്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ആണ്. നമ്മൾ കുറച്ച് നാണം കുടുങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒതുങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസ് തരാൻ കുറേ പേരുണ്ടാവും. നീ എന്തിനാ ഇത്ര നാണിക്കണേ, നീ എന്താ ഇത്ര സൈലന്റ് ആയേ, നീ ഇപ്പൊ അതേപോലെ ഇപ്പൊ വേറൊരു വാക്കുണ്ട് ഇൻട്രോവേർട്ട് എന്നുള്ളത് അല്ലെ. ഞാൻ ആക്ച്വലി ഒരു BSc സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ്. ഫൈനൽ ഇയർ ആണ്. അതേപോലെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ഗൈഡൻസും കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ സൈക്കോളജി പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് ഇസ്ലാമിന്റെ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഇരിക്കണം. അതാണ് അതിന്റെ ഒരു ഭംഗി. മനസ്സിലായോ? ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യമായിട്ട് കാര്യങ്ങളിലൊന്നും ഉൾപ്പെടാതെ, അല്ല പങ്കെടുക്കാതെ, കുറച്ചൊന്ന് ഒതുങ്ങി, ഒരിത്തിരി അങ്ങോട്ട് ഒതുങ്ങി മാറി നിൽക്കുക, കുറച്ച് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഇൻട്രോവേർട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ. ഒരുപാട് ഇൻട്രോവേർട്ട് ആയി പോവരുത്, എന്നാലും നമ്മൾ കുറച്ച് ഒതുങ്ങി നടക്കലൊക്കെ എന്താണ്? നമ്മുടെ ഈമാനിനെ ഭംഗി കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചൊന്ന് സൈലന്റ് ആയി ഒതുങ്ങി നടക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ ഒതുങ്ങി നടക്കുമ്പോൾ ഈ കാലഘട്ടത്തൊക്കെ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നമ്മുടെ പിന്നാലെ നടക്കും. ചിലപ്പോൾ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മള് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം. ഇങ്ങനെ ഒതുങ്ങി പോകണ്ട കേട്ടോ, കുറച്ച് കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടും. വരും, നമുക്കൊരു ഡാൻസ് കളിക്കാം, വരും നമുക്ക് പാട്ട് പാടാം, അതൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിപാടികൾക്കൊക്കെ നമ്മളെ ക്ഷണിക്കുകയൊക്കെ ചെയ്യും. കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ ആ അഡ്വൈസുകളിലൊന്നും നമ്മൾ വീണ് പോവരുത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഹദീസിലും സംഭവിച്ചത് അത് തന്നെയാണ് അല്ലേ. നമ്മൾ ഈ ഒരു ഹദീസ് ആ ഒരു ഘട്ടങ്ങളിൽ എപ്പോഴും ആലോചിക്കണം കേട്ടോ. വേണ്ട, നമ്മൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണത് എന്താ? നമ്മുടെ ഈമാന്റെ ഭംഗി കൂട്ടുമെങ്കിൽ ഒതുങ്ങിയിരിക്കുക, അതാണ് നമുക്ക് നല്ലത് എന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കണം. ഇനി ഒരു ഹദീസും കൂടെ നമുക്ക് നോക്കാട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. عن ابن هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صنفان من أهل النار لم أرهما قوم സോറി ട്ടോ എനിക്ക് ഇതിൽ കാണുന്നില്ല, ഞാൻ ഇതിൽ നോക്കാം. ഓക്കെ. قوم معهم صيات كأذناب البقر يضربون بها الناس ونساء كاسيات عاريات مميلات مائلات رؤوسهن كأسنمة البخت المائلة لا يدخلن الجنة ولا يجدن ريحها وإن ريحها لا يوجد من مسيرة كذا وكذا. എന്താണ് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, 2 വിഭാഗം നരകവാസികളാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ 2 വിഭാഗം നരകവാസികൾ ഉണ്ട്, അവരെ ഞാൻ കണ്ടിട്ടില്ല. അതായത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലല്ല, ഇനിയുള്ള ഈ കാലഘട്ടം അല്ലെങ്കിൽ ഇനി വരാനുള്ള കാലഘട്ടത്തിലൊക്കെ ഉള്ള സ്ത്രീകളായതുകൊണ്ട് റസൂലുള്ള കണ്ടിട്ടില്ല എന്നാണ് പറയണത്. ഒരു വിഭാഗം പശുവിന്റെ വാലു പോലുള്ള ചമ്മട്ടിയുമായി നടക്കുന്നവരാണ്, അതുകൊണ്ടവർ ജനങ്ങളെ അടിക്കുന്നു. അതായത് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഭരണാധികാരികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ജനങ്ങളെ അനാവശ്യമായിട്ട് അടിക്കാനുള്ള ഒരു വടിയും അവരുടെ കയ്യിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് സ്ത്രീകള് പോലീസൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഭരണത്തിൽ ഇറങ്ങിക്കൊണ്ട് വളരെ രൂക്ഷമായി അനാവശ്യമായിട്ട് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗത്തെയാണ് പറയുന്നത്. ഇനി അടുത്തൊരു വിഭാഗം നോക്കിക്കേ. ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്ന വസ്ത്രം ധരിച്ച നഗ്നകളാണ്. അതായത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ടാവും, എന്നാ നഗ്നരാണോ ചോദിച്ചാൽ നഗ്നരായിരിക്കും. കാരണം എന്താ അറിയോ, അവർ വസ്ത്രം ധരിച്ചിട്ട് കാട്ടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കാട്ടിക്കൊണ്ടിരിക്കുക. ചാഞ്ഞും ചരിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളൊരു റോട്ടിലൂടെ നടക്കുമ്പോൾ വളരെ ഒതുക്കത്തോടു കൂടി നമ്മളുടെ ബോഡി മൂവ്മെന്റ് ഒന്നും കാര്യമായിട്ട് നമ്മൾ കാട്ടാതെ, കുറച്ച് കുലുങ്ങി ഒന്നും നടക്കാതെ വളരെ ഡീസന്റ് ആയിട്ട് നടക്കുന്നതാണ് നമ്മളുടെ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവരെന്താ ചെയ്യുക? കുറച്ച് ചാഞ്ഞും ചരിഞ്ഞും മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവര് നടക്കുന്നുണ്ടാവുക. അവരുടെ വസ്ത്രങ്ങളോ ആ ഒരു രീതിയിൽ കുറച്ച് മോശവും ആയിരിക്കും. അവരുടെ തലകൾ ചാഞ്ഞു കിടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ കണ്ടുവരുന്ന, ഇപ്പോഴല്ല കുറേ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹിജാബ് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരാറുണ്ട് അല്ലെ. ഹിജാബ് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോ ഉണ്ടാവും, അതേപോലെ ഇൻസ്റ്റഗ്രാം തുറന്നാലും ഉണ്ടാവും. ഇവര് കാട്ടിത്തരുന്നത്, ചിലപ്പോൾ ഇവര് മുടിയൊന്നും കാട്ടുന്നുണ്ടാവില്ല കേട്ടോ, ഇവര് കാട്ടിത്തരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഫാഷനബിൾ ആയിട്ട് എങ്ങനെയാണ് തട്ടം ചുറ്റുക എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യണത്? ഇതേ ഹദീസിൽ പറഞ്ഞ എക്സാക്ട് രൂപമാണ് അവരവരുടെ ഹിജാബ് ചുറ്റുന്നത് കാണിച്ചു തരുന്നത് അല്ലെ. എങ്ങനെയാണ്? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ. അതായത് ഒട്ടകത്തിന്റെ ബാക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് ഇങ്ങനെ പൊങ്ങിയിട്ടുള്ള ഒരു സാധനം അല്ലെ. ഇതേപോലെ ഈ സാധനം എടുത്ത് നമ്മുടെ തലയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ബാക്കിൽ അതേപോലെ ആയിരിക്കും ഈ ഹിജാബിന്റെ ഉള്ളിൽ അവർ ചുറ്റിയേക്കുന്നത്. അത് ചിലപ്പോൾ മുടി ആയിരിക്കില്ല, അതങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ട്യൂട്ടോറിയലിലൊക്കെ. പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള കുറെ ഷോളുകളൊക്കെ ചുറ്റി അത് ഭയങ്കര തിക്കായിട്ട് തോന്നിപ്പിച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് അത് എടുത്തു കാട്ടുന്ന രീതിയിൽ ആദ്യം അവർ അതിൻ്റെ ഉള്ളിൽ കെട്ടി സെറ്റ് ചെയ്യും, എന്നിട്ടാണ് അതിന്റെ മേലെ ഹിജാബ് ചുറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ട്രെൻഡിങ് ആയിട്ട് മാറി. ഇപ്പൊ അതൊരു ട്രെൻഡ് ആയിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ മാറിയ ഒരു സംഭവമാണ്. അതിപ്പോ എല്ലാവരുടെയും ഹമ്പ്. അതെ, ഹമ്പ്. ഹമ്പ് എന്ന് പറയുമ്പോ ഹിജാബ് ഇടാത്തവരും അങ്ങനെ ഇപ്പൊ കെട്ടാറുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അത് ഒന്ന് അതില് നമുക്ക് അത്ഭുതം തോന്നണില്ലേ അല്ലേ? ഇപ്പൊ നടക്കുന്ന കാര്യം എത്ര വ്യക്തമായിട്ടാണ് ഈ ഹദീസിൽ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കൂ. അപ്പൊ നമുക്ക് പേടി തോന്നണില്ലേ? ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം
അതേപോലെ ആ സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ നടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നരകവാസികളായിട്ടുള്ള സ്ത്രീകള് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള അതേപോലുള്ള ഒരു നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുകയാണ് എങ്കിൽ ആ ഫിത്നന്റെ ഗൗരവം എത്രത്തോളാണ് നമ്മൾ മനസ്സിലാക്കണം. അത് എത്രത്തോളം സ്ത്രീകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ഇപ്പൊ പല നമ്മളുടെ സ്കൂൾ കുട്ടികളൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മോഡേൺ ആയിട്ടാണ് ഇപ്പൊ തട്ടമൊക്കെ ചുറ്റി. ഇപ്പൊ ചില കുട്ടികൾ തട്ടം ചുറ്റാറുണ്ട്, ഫ്രണ്ടിൽ കുറച്ച് മുടി വിട്ടിട്ടായിരിക്കും, ഫ്രണ്ടിൽ കുറച്ച് മുടി കാട്ടിയിട്ടാണ് തട്ടം ചുറ്റുക. ചിലവർ ഇതേ പറഞ്ഞതുപോലെ ഭയങ്കര ഹമ്പായിട്ട്. പിന്നെ വേറെ ഒരു മോഡല് ഹിജാബ് ഉണ്ട്. എങ്ങനെയാണ്? ചുറ്റി 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 മേലൊന്നും ഉണ്ടാവൂല. ബട്ട് അതാണ് ഒരു ഹിജാബിന്റെ രൂപം? ഒരിക്കലല്ല. ഖുർആനില് വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ജിൽബാബ് എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നുള്ളത്. ജിൽബാബ് എന്ന് പറയുന്നത് മേലെന്ന് തൊട്ട് താഴേക്ക് ഇറക്കിയിടാനാണ്, മാറത്തോട്ടൊക്കെ ഇറക്കിയിടാനാണ് ഖുർആൻ ആയത്ത് പ്രകാരം, തഫ്സീർ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ളത്. പഠിക്കാത്തവര് ആ ഒരു ആയത്തൊക്കെ ഒന്ന് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഗൗരവം നമുക്ക് മനസ്സിലാവും. അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഹിജാബ്. അത് അങ്ങനെയാണ് ധരിക്കേണ്ടത്. മുടി മറക്കുന്നത് കൊണ്ട് മാത്രം ഹിജാബ് ആവുന്നില്ല. ഫ്രണ്ടിലോട്ട് ഇറക്കിയിടാനാണ് പറയണത്. ബട്ട് ഇപ്പൊ എന്താണ്? ഇപ്പൊ ഇറക്കി കഴിഞ്ഞാ ആ ഹിജാബ് എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ടിലോട്ടൊന്ന് ഇറക്കി മുമ്പറൊക്കെ ഒന്ന് മറച്ചു കഴിഞ്ഞാൽ അവിടെ വില പോയി. അങ്ങനാണ്. അത് ഓൾഡ് ഫാഷൻ ആയിട്ട് ഇപ്പത്തെ ചില സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ അത് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഓരെന്താ ചെയ്യണത്? അങ്ങനെ ഇറങ്ങി നിൽക്കണ ഷോളിനെ അടക്കം ഓരൊന്ന് മേലേക്ക് കയറ്റി വെക്കും. എന്നിട്ട് ബാക്കിലോട്ട് ഇടും. അതൊക്കെയാണ് ഇപ്പത്തെ ഹിജാബിന്റെ സ്റ്റൈല്. അത് ടോട്ടലി മാറി. നമ്മളുടെ ഇസ്ലാമിക് ടീച്ചിങ്സിൽ നിന്നും ടോട്ടലി മാറിയിട്ടുള്ള ചിന്തകളാണ് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. പിന്നെ ബാക്കി എന്താ പറയുന്നത്? അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എടുത്തു പറയാണ്, ഇങ്ങനെയുള്ള ഹിജാബ് ധരിക്കണവര് അല്ലെങ്കിൽ ഇങ്ങനെ തല പൊക്കി കെട്ടുന്നവര് സ്വർഗത്തിൽ പ്രവേശിക്കില്ലാന്ന് എടുത്തു പറയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വീണ്ടും അത് നോർമലൈസ് ആയിട്ട് നിസ്സാരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാലം പോയ പോക്ക് നമ്മളെ കാണിച്ചു തരുന്നത്. അതിന്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കുകയില്ല. അതിന്റെ സുഗന്ധം പോലും ലഭിക്കുകയില്ല. ഇനി അതിന്റെ സുഗന്ധത്തിനെ കുറിച്ചാണ് അടുത്ത വരി പറയണത് ട്ടോ. അതിന്റെ സുഗന്ധമാവട്ടെ ഇത്ര വഴിദൂരത്തിൽ നിന്ന് പോലും അനുഭവപ്പെടുന്നതാണ്. അതായത് ഈ സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത് സ്വർഗത്തിലോട്ട് കടക്കണം എന്നില്ല. എത്രയോ ദൂരത്തിൽ നിന്നടക്കം ആ സ്വർഗത്തിന്റെ സുഗന്ധം കിട്ടും എന്നാണ് പറയണത്. പക്ഷെ ഇത്തരം സ്ത്രീകൾക്ക് അതുപോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ എത്ര ദൂരത്ത് നിന്നായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. ഇനി ഇതിലൂടെയൊക്കെ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇസ്ലാം എന്നത് തെറ്റായ രീതിയിലാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ടീച്ചിങ്സ്, അതായത് ഇപ്പൊ നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് എന്നുള്ളത്. ഗുണം ഇസ്ലാമികപരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? നല്ല നല്ല അറിവുകൾ നമുക്ക് ലഭിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ഇപ്പോഴടക്കം നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൊബൈൽ ഫോണിലൂടെയാണ് നല്ലൊരു തസ്കിയ ക്ലാസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലോ ഒരു മാസത്തിന്റെ മുന്നേ ഇന്നൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു വാള് പരിപാടി ഉണ്ടാവും, എല്ലാരും വരണം ചേരണം എന്നൊക്കെ പറയലും ക്ഷണിക്കലും നോട്ടീസ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ വേണം. അത്രയും കഷ്ടാണ് ഒരു ഇൽമ് അല്ലെങ്കിൽ ഒരു ദഅവത്തൊക്കെ ചെയ്യാ എന്നുള്ളത് ല്ലേ. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം വരുന്നില്ല. അതൊക്കെ മൊബൈൽ ഫോണിൽ നിന്നും കിട്ടുന്ന ഗുണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇസ്ലാം നമുക്ക് ഇസ്ലാം വ്യാപകമാക്കി ഇസ്ലാമിന്റെ അറിവുകൾ നമുക്ക് എത്തിക്കാൻ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ആയതിനാൽ ഈ അറിവ് അതിന്റെ ഏറ്റവും സഹീഹായിട്ടുള്ള ഏറ്റവും എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരിൽ നിന്നും സ്കോളർലി ആയിട്ടുള്ള ഒരു അറിവായിരിക്കണം നമ്മൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹിജാബ് എന്നതിന്റെ പേരില് പല രീതിയിലുള്ള ട്യൂട്ടോറിയലുകളും വീഡിയോസുകളും ഒക്കെ ചെയ്യുന്നതിനാൽ യഥാർത്ഥമായിട്ടുള്ള ഹിജാബിന്റെ രീതി പ്രചരിക്കുന്നത് തെറ്റായിട്ടാണ് പ്രചരിച്ചു പോണത്.
എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ ഇപ്പൊ കുറേ സ്ത്രീകള് ഞാൻ പറഞ്ഞില്ലേ, അബായ ഇട്ടിട്ടും തട്ടം ചുറ്റിയിട്ടും ഒക്കെ അവര് ഡാൻസ് കളിക്കും. അപ്പൊ ഇവരോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നു, അത് ഞാനും അള്ളാഹുവിന്റെയും ഇടയിലുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ന്യായീകരണങ്ങളാണ് അതൊക്കെ. എന്റെയും റബ്ബിന്റെയും ഇടയിലല്ലേ, നിങ്ങളൊന്നല്ലല്ലോ എന്നെ സ്വർഗത്തിലോട്ട് കൊണ്ടെത്തിക്കണത് എന്നൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ റിപ്ലൈ തരുന്നുണ്ടാവുക. നിങ്ങൾ കമന്റ് ഒക്കെ എടുത്ത് വായിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുട്ടോ. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും അവർ പറയുന്ന കുറച്ച് കാരണങ്ങൾ. അപ്പൊ ഇതിലൂടെ ഈ കമന്റ് ഇപ്പോ അറിവില്ലാത്ത ഒരാളെടുത്ത് വായിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് തോന്നുകയാണ്, ഓ അപ്പൊ ഇസ്ലാമിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ, അത്ര വലിയ കുഴപ്പമൊന്നും അല്ല അല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാൻ പറ്റും കിട്ടാൻ മതിയില്ലേ എന്നിട്ട് വേറൊരാൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? ഇസ്ലാം തെറ്റായ രീതിയിൽ പ്രചരിച്ചു. ഇനി വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ അതേപോലെ തന്നെ ഈ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന സ്ത്രീകള്, ഇപ്പൊ നേരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാർക്കൊക്കെ മടിയാണ് മക്കളൊക്കെ വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോ അതിലിങ്ങനെ തല കാട്ടാനും മുഖം കാട്ടാനൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഇപ്പൊ മക്കളുടെ ഒപ്പം ഉമ്മമാര് നിന്നിട്ട് വ്ളോഗ് ചെയ്യലും സംസാരിക്കലും ഒക്കെ ആണ്. അതാ ഞാൻ പറഞ്ഞു നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കാലം പോയിക്കൊണ്ടേയിരിക്കും, കാലത്തിന്റെ ട്രെൻഡുകൾ പോയിക്കൊണ്ടേയിരിക്കും, നമ്മളുടെ രീതികൾ മാറിക്കൊണ്ടേയിരിക്കും, നമ്മളുടെ ആക്ഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നരകത്തിന്റെ ചൂട് മാറൂല എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. നരകത്തിന്റെ ചൂട് മാറൂല, ഇസ്ലാമിലുള്ള യഥാർത്ഥ ടീച്ചിങ്സ് മാറില്ല, ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് മാറില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറില്ല, ഖുർആൻ വാക്യങ്ങൾ മാറില്ല, ഹദീസുകൾ മാറില്ല. അതെന്നും ഒന്നെന്നെയാണ്. കാലം പോയിക്കൊണ്ടേയിരിക്കും, ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. അതിൽ ഉറച്ചു നിൽക്കാനുള്ള ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാം ട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളുടെ അടയാളങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ പറഞ്ഞു. എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ കാലം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് ചിലര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പൊ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഖിയാമത്തിനുള്ള അടയാളങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അടയാളങ്ങൾ നടന്നു തന്നെ വേണമല്ലോ. റസൂൽ പറഞ്ഞു, ഇത്ര സ്ത്രീകൾ വന്നാലല്ലേ ആ ഹദീസ് ആപ്റ്റ് ആവുള്ളൂ. യെസ്, ഖിയാമത്തിന്റെ അടയാളങ്ങൾ ഇന്നതൊക്കെയാണ് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ആ അടയാളങ്ങൾ വന്നാലല്ലേ ഖിയാമത്ത് നാൾ അടുത്ത് യെസ്. ആ ഫിത്നകളിൽ നമ്മൾ പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത കാര്യം. അടയാളങ്ങൾ വരും, അത് വന്നേ നെറ്റ്വർക്കിന് എന്തോ ഒരു പ്രശ്നം പറ്റിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇൻഷാ അല്ലാ ഇപ്പൊ വരുവേ, ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഹലോ ഹലോ ഹലോ
ഹലോ, സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പോ കേൾക്കുന്നുണ്ട് ഉഖ്തി. ഇൻഷാ അല്ലാ. യെസ്. ഓക്കെ. അപ്പൊ ഇടയിൽ വെച്ചിട്ട് നെറ്റ് പോയതാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഖിയാമത്ത് നാളുടെ അടയാളങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. പക്ഷെ ആ ഒരു ഫിത്നകൾ, ആ ഒരു അടയാളങ്ങൾക്ക് വിധേയരായിട്ട് നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. ഇനി നമുക്ക് പരിഹാരങ്ങൾ കാണാം. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോണിന് അഡിക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോ കുറച്ച് വഴികളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യണത് ട്ടോ. ഫസ്റ്റ് വഴി എന്താ? നല്ലത് ഉൾപ്പെടുത്തിക്കൊണ്ട്. എങ്ങനെയാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നല്ലത് ഉൾപ്പെടുത്തുക? നല്ലത് ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം. അതായത് ഒരു ഡെയിലി ലൈഫ്, നമ്മളുടെ ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സമയം നമ്മൾ ഫോണിലും റീൽസിലും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ബ്രേക്ക് ആവുന്നില്ലല്ലോ? എനിവൺ പ്ലീസ്? ഇല്ലില്ല, കണ്ടിന്യൂ ചെയ്തോളൂ ഇൻഷാ അല്ലാ. യെസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം എത്രത്തോളം ഈ ഫോണ് നമ്മളുടെ ലൈഫിനെ നമ്മളെ ബാധിക്കുന്നുണ്ട്, എത്ര ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു ഫോൺ നമ്മുടെ ലൈഫിൽ എന്നുള്ളത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഫോണിന്റെ സമയം, നമുക്ക് ഫോൺ എടുക്കാൻ നോക്കുമ്പോഴൊക്കെ ഈ ഫോണിന്റെ സമയം ഇത്തിരി ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ്. അതായത് കുറച്ച് ഒരു ദിക്റുകൾ നമ്മൾ കൊണ്ടുവരാം. നമുക്ക് ഒരു 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 എണ്ണം വെച്ചിട്ട്, ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിലും ദിക്റുകൾ ചൊല്ലാട്ടോ. എന്നാലും ഒരു ദിവസം ഈ ദിക്റ് ഇത്ര എണ്ണം ഞാൻ മസ്റ്റ് ആയിട്ട് ചൊല്ലിയിരിക്കും എന്നുള്ളത് ഒരു ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂള് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. എന്നിട്ട് ദിക്റ് ചൊല്ലാൻ നോക്കുക. കുറച്ച് നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അന്ന് ഒരു ചെറിയൊരു തുക, അതിപ്പോ ഒരു കോയിൻ ആണെങ്കിലും നിങ്ങൾ കുറച്ച് സദക്കക്കോ സക്കാത്തിനോ വേണ്ടിയിട്ട് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുക. അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, കുറച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ മെല്ലെ മെല്ലെയായിട്ട് ഒന്ന് വർദ്ധിപ്പിച്ചു നോക്കുക. ഫോൺ എടുത്ത് വേഗം റീൽസ് അല്ലെങ്കിൽ ഫോൺ വേഗം എടുക്കാൻ തോന്നുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് ഞാനൊരു പുതിയ ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഡിഷിന്റെ റെസിപ്പി വേണമെങ്കിൽ നോക്കുക. എന്നിട്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കുക, മക്കൾക്ക് കൊടുക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലത്തെ മക്കളൊക്കെ ഉണ്ടല്ലോ, ഉമ്മമാരുടെ കയ്യിൽ നിന്നുമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ മക്കൾ ഒരുപാട് മിസ്സാക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയണത്. നമ്മൾക്കൊക്കെ പറയാനുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഉമ്മ ഈ പലഹാരം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക. ആ പലഹാരം ഉണ്ടാക്കുന്നത് കുറച്ച് കഷ്ടമാണ്. ചിലപ്പോൾ വൈകുന്നേരത്തെ ഒരു പലഹാരമാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് തൊട്ട് ഉമ്മ തുടങ്ങുമായിരിക്കും ആ പലഹാരത്തിന്റെ പിന്നാലെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത്ര കഷ്ടപ്പെട്ട് ടൈം എടുത്തിട്ടാണെങ്കിലും ഉമ്മ ആ പലഹാരം ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് അതൊരു ടേസ്റ്റ് ആണ്, നല്ല ഓർമ്മകളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുമ്പോൾ നമ്മൾ വേഗം നമുക്ക് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാറുണ്ട്, ഉമ്മ എനിക്ക് ഇന്ന് അത് ഉണ്ടാക്കി തരോ, അല്ലെങ്കിൽ നാളെ എനിക്ക് അത് ഉണ്ടാക്കി തരോ. നമ്മൾ പറയലും ഉമ്മ എൻ്റെ കുട്ടി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ട തയ്യാറെടുപ്പൊക്കെ എടുക്കലൊക്കെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്ത്രീകളുടെ ലൈഫിൽ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് അത് ആലോചിക്കാൻ എപ്പോഴും നല്ലൊരു ഓർമ്മകളായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിലുള്ള മക്കൾക്ക് ആ ഓർമ്മകളില്ല. ഇന്നത്തെ സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, എനിക്ക് സമയമില്ല എന്നുള്ളത്. സമയമില്ല എന്നുള്ളത് കുറച്ച് ഇന്നത്തെ ജനറേഷന് കുറച്ച് തിരക്കുകൾ എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും ആ ഒരു സമയമില്ല എന്ന് പറയുന്ന ആ ഒരു ദിവസം എത്ര സമയം ഫോൺ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക്
മനസ്സിലാവും. അത് മാറ്റി വെച്ചാൽ നമുക്കതിന് വേണ്ട രീതിയിൽ സമയം ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണ്? വ്യക്തമായ അറിവ് തേടിക്കൊണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫോണിന്റെ പിന്നാലെ പോകുമ്പോൾ പലതരത്തിലുള്ള അറിവുകളാണ് നമുക്ക് കിട്ടുക. ചിലപ്പോ അത് സഹീഹായിട്ടുള്ള അറിവുകളായിരിക്കില്ല. ചിലപ്പോ ബിദഅത്ത് നിറഞ്ഞിട്ടുള്ള അറിവുകളായിരിക്കാം. ചിലപ്പോ ഇസ്ലാമിലെ ഇല്ലാത്ത അറിവുകളായിരിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ അറിയാതെ ഫോളോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇസ്ലാമിനെ അടക്കം നമ്മൾ തെറ്റിക്കൊണ്ട് പോവുകയാണ് എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അത് ഏറ്റവും വലിയ ശിക്ഷയാവും. ദീനിനെ കളവാക്കുന്ന ഒരു പേരാണത്. അത് ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ട് നമുക്ക് വീണ്ടും മാറും. അപ്പൊ ഏറ്റവും ഒരു അറിവ് നമുക്ക് കിട്ടി. ആ അറിവിന്റെ പിന്നാലെയുള്ള റൂട്ട് നിങ്ങൾ തെരഞ്ഞു പോവുക. അപ്പൊ അതിലൂടെ നിങ്ങൾ ഒരു അറിവിന്റെ സത്യാവസ്ഥ തെരഞ്ഞു പോകുന്നതിനും ഒരു അറിവ് തേടിക്കൊണ്ട് പോകുന്നതിനുമുള്ള ഓരോ ശ്രമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ എത്രയോ കൂലികളാണ് നിങ്ങൾക്ക് തരിക. നമ്മൾ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്നതും യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കുന്നതും അതേ വിരൽ കൊണ്ട് നിങ്ങൾ ഒരു ഹദീസ് സെർച്ച് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു അറിവ് തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ കൂലിയായി മാറുന്നു. അപ്പോ സെയിം ആക്ഷൻസ് സെയിം ഡിവൈസ് ബട്ട് അതിനും റിവാർഡ്സ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ അങ്ങനൊക്കെ ചെയ്യുക. അടുത്തത് എന്താ? തൗബ പാലിച്ചുകൊണ്ട് തൗബ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിവസം ഞാൻ ഇത്ര തൗബ ചൊല്ലിയിരിക്കും എന്നുള്ള ഒരു സ്ട്രിക്റ്റ് റൂൾ നിങ്ങൾ വെക്കുക. എന്നിട്ട് ആ തൗബ ചൊല്ലി നോക്കൂ. തൗബ ചൊല്ലുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തൊരു ഒരു കൂലിയാക്കി അവിടെ മാറ്റുന്നതിന് പുറമെ ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള നല്ലൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള എളുപ്പ വഴിയാണ് തൗബ അധികരിപ്പിക്കുക എന്നുള്ളത്. തൗബ നമ്മൾ ചൊല്ലും തോറും നമ്മൾ പോലും അറിയാതെ നല്ലൊരു വ്യക്തിയായിട്ട് മാറും എന്നുള്ളത് അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. അടുത്ത എന്താ? അള്ളാഹ് തന്ന എളുപ്പമാർഗം അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ല്ലേ? ഒരു ഹദീസിൽ വ്യക്തമാണ്, നമ്മൾ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞ സ്വർഗം നേടുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറയുന്നത് പോലെ അനുസരിക്കുക, ഭർത്താവിന് വേണ്ട രീതിയിൽ കൊടുക്കുക, ഭർത്താവിനെ നന്നായി സ്നേഹിക്കുക, മക്കൾക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുക, മക്കൾക്ക് പൊരുത്തപ്പെടുന്ന ഒരു നല്ലൊരു ഉമ്മയാവുക. അതുപോലെ മറ്റുള്ള ആണുങ്ങളെ ആകർഷിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിക്കുക, മറ്റുള്ള ആണുങ്ങളായിട്ട് സംഭാഷണങ്ങളൊക്കെ കുറയ്ക്കുക, നല്ല രീതിയിൽ പുറത്തൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഔറത്തുകളൊക്കെ മറിച്ച് നല്ല രീതിയിൽ ഇസ്ലാമികപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മാന്യമായിട്ടുള്ള സംസാരം, 5 നേരം നമസ്കാരം, നോമ്പ്, ദിക്ർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ ചെയ്താൽ മാത്രം അവൾക്ക് സ്വർഗം അവിടെ എളുപ്പമായി എന്നാ പറയണത്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം അവിടെ എളുപ്പമായി കഴിഞ്ഞു. അപ്പൊ ഈ എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണല്ലേ ജസ്റ്റ് 5 നേരം നമസ്കരിക്കുക, വെറുതെ 5 നേരം നമസ്കരിക്കുക, നല്ല രീതിയിൽ വർത്തമാനം പറയുക, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊന്നും പാടില്ല, നല്ല രീതിയിൽ ഡ്രസ് ചെയ്യാൻ, ഭർത്താവിനെ അനുസരിക്കുക, ദാ സ്വർഗം. കണ്ടോ? അപ്പൊ ഇത് ഒരു സ്ത്രീന്റെ ലൈഫിലുള്ളൂ. ഈ കാര്യങ്ങളുടെ ഇടയിൽ വേറെ പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്ന ആഡ് ചെയ്യുമ്പോഴാണ് നരകത്തിലോട്ടുള്ള വഴി അവിടെ എളുപ്പമാവുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താ? ഫിത്നകൾ സ്ക്രോൾ ചെയ്യൽ. അതായത് ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഒരു ഡേ എന്ന് പറയുന്നത് നമുക്ക് ഫോൺ നോക്കാതിരിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ അത് ഫിത്നകളാണ് നമുക്ക് മനസ്സിലാവും ല്ലേ? നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ അതിരുന്ന് കാണും. അതാണ് നമ്മളുടെ മനസ്സാണ്. അതാണ് ഈ ഒരു ഫോണിന്റെ പുറകെ ഉള്ള ഒരു അതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിലോട്ട് ഇങ്ങനെ ലയിച്ചു പോയിരിക്കുകയാണ്. മിനിറ്റുകൾ പോകുന്നുണ്ടാവും, മണിക്കൂറുകൾ അതിൽ പോകുന്നുണ്ടാവും. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ അവിടെ സംഭവിക്കുന്ന വേറൊരു സംഭവം എന്താ? കണ്ണിന്റെ ഫിത്തനകൾ അവിടെ കൂടുകയാണ് ല്ലേ? നാളെ ഇതേ കണ്ണ് നമ്മളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാണ് എന്നെ വെച്ചിട്ട് ആ ചീത്ത കാര്യങ്ങളൊക്കെ കണ്ടത് എന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കും ആഖിറത്തിൽ വെച്ചിട്ട് ല്ലേ? അപ്പൊ നമ്മൾക്ക് അവിടെ ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ നഫ്സിനെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. നമ്മുടെ നഫ്സിനെ നമ്മൾ എപ്പോഴും
പ്രൊട്ടക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ഫിത്ന കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ സംഭവം, എന്താണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കാതെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്ത് വിടുക. അടുത്ത നോക്കൂ, മഹറം അല്ലാത്തവരിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട്. അതായത് മഹറം അല്ലാത്തവരടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് വരും. അതായത് ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പുരുഷന്മാരില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഭർത്താവോ ആരെങ്കിലൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ, ഒരു അന്യപുരുഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവരോട് നമുക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരും. ചിലപ്പോ എന്താ അങ്ങനെ സെയിൽസിന്റെ ഭാഗമായിട്ടൊക്കെ ആരെങ്കിലും വരും. ചിലപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള പുരുഷനെ അന്വേഷിച്ചിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നതൊക്കെ ആയിരിക്കാം. അവരടുത്ത് സംസാരിക്കാൻ ചിലപ്പോൾ ഉള്ള ഒരു സാഹചര്യമൊക്കെ വരും. ചില സ്ത്രീകൾ ജോലിയുള്ള സ്ത്രീകളായിരിക്കാം, പലതരത്തിലുള്ള ജോബ് ആയിരിക്കാം അവർക്ക്, ല്ലേ? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് നമ്മുടെ ഇസ്ലാമിനെ ബാധിക്കുന്നത് പോലെ ഇസ്ലാമിൽ കറാഹത്തായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ജോലിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, ഇസ്ലാമിന് കറാഹത്താവുന്ന, ഇസ്ലാമിൽ ഹറാമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ജോലിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസയും എന്താവൂല, ചിലപ്പോ ഹലാലായിക്കൊള്ളണമെന്നില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് കാണുക. അന്യപുരുഷന്മാരായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക, ആ സാഹചര്യങ്ങൾ കുറയ്ക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റക്കാണ്, അവിടെ സംസാരിക്കാൻ പുരുഷന്മാരില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. ആ സംസാരിക്കുന്നതും എന്ത് ചെയ്യുക, അതിൻ്റെതായിട്ടുള്ള ചിട്ടകൾ പാലിച്ചുകൊണ്ട് സംസാരിക്കുക. അവരുടെ നേരെ മുന്നിൽ പോയി സംസാരിക്കണം എന്നൊന്നുമില്ല. ഒരു ഒരു എന്താ ജനൽ മറവിലോ അല്ലെങ്കിൽ ഒരു ഡോറിന്റെ മറവിലൊക്കെ നിന്ന് മാത്രം സംസാരിക്കുക, കാര്യം മാത്രം സംസാരിക്കുക, അവരെ വിട്ടാക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതേപോലെ നല്ല മെലഡിയസ് വോയിസിലൊന്നും നമ്മൾ അന്യപുരുഷന്മാരോട് സംസാരിക്കരുത്. നല്ല രീതിയിൽ നമ്മളുടെ ഈ കുയിൽനാദം എന്നൊക്കെ പറയില്ലേ, ചില അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു നിയമത്താണ് നമുക്ക് ചില സ്ത്രീകൾക്ക് നല്ല വോയിസ്. അത് മിസ്യൂസ് ചെയ്യരുത്. അത് നമുക്ക് തന്നെ ഒരു ചാലഞ്ച് ആയിട്ട് മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, കുറച്ച് നമ്മുടെ സൗണ്ട് ഒക്കെ ഒന്ന് ബോൾഡ് ആക്കണം. പരമാവധി മഹറല്ലാത്തവരായിട്ടുള്ള സംഭാഷണങ്ങൾ കുറയ്ക്കുക. ഇനി മക്കളിൽ ഒരു ശ്രദ്ധ, ഇത് ഏറ്റവും വലിയൊരു വൈഡ് ടോപ്പിക് ആണ്. ഇൻഷാ അല്ലാഹ് പാരന്റിങ്ങിന്റെ ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ ഒരു സെഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ട്ടോ. മക്കളിൽ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധ പുലർത്തുക? അതായത് അവരുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എന്ത് കാര്യങ്ങളുമാവട്ടെ നിങ്ങളുമായിട്ട് തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മക്കളുടെ ഒരു ശ്രദ്ധ എന്ന് പറയുമ്പോൾ അവരുടെ ഡിവൈസ് ഒക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. അവരുടെ സ്കൂൾ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊന്ന് അവരുമായിട്ട് ചർച്ച ചെയ്യുക. അവരുടെ ഡേ എങ്ങനെ പോകുന്നു, അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ചർച്ച ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു ഫോണ് സെർച്ച് ചെയ്യണത് അല്ലേ, ചില ചില ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ. എന്നിരുന്നാലും പരമാവധി അവരറിയാതെ ഒളിഞ്ഞും പാത്തിയും കൊണ്ട് അവരിൽ ഒരു ചെക്കിങ് നടത്തുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഫോണ് മേടിക്കുക. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം ട്ടോ മോളെ, നീ ഒന്നും വിചാരിക്കണ്ട, അതൊരു ഉമ്മന്റെ കടമയാണ് ഞാൻ ചെയ്യണത്, ഒരു ഉപ്പന്റെ കടമയാണ് ചെയ്യുന്നത്. ആ കുട്ടീൻ്റെ അടുത്ത് തന്നെ പറയാം, മേടിക്കുക, ചെക്ക് ചെയ്യുക. അതായത് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തും നിങ്ങളോടത്ത് തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക എന്നുള്ളത്. അതായത് ഒരു കുട്ടി ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ കുട്ടി ആ തെറ്റ് ചെയ്തത് നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നു എങ്കിൽ ഉറപ്പ് വരുത്തിക്കോ, നിങ്ങൾ ആ ഒരു ഫ്രീഡം ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ആ കുട്ടിക്ക് ഉറപ്പായിരിക്കും, ഉമ്മ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നു എന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് വളരെ ഹാർഷ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും കിട്ടുക എന്ന് ചിലപ്പോൾ ആ കുട്ടിക്ക് ഉറപ്പായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ കുട്ടി പറയാൻ മടിക്കുന്നത്. നോ, മക്കളിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം, തീർച്ചയായിട്ടും സംഭവിക്കാം. അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനെ പുറത്തു കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു മനസ്സ് നമ്മൾ മാതാപിതാക്കൾക്ക് വേണം. അപ്പൊ ആ കുട്ടി പറയാൻ മടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലാ കുട്ടിയെ പറയിപ്പിക്കേണ്ടത്? മോൾ പറഞ്ഞോ, ഉമ്മ കേൾക്കാം, തെറ്റ് പറ്റിയ കുഴപ്പമില്ല, ഉമ്മ ക്ഷമിച്ച് തരാം, ഇനി മേലാൽ ആ തെറ്റ് പറ്റാതിരിക്കാൻ നോക്കിയാ പോരെ? ആ ഒരു രീതിയിലൊക്കെ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾക്ക് എന്തും നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ പറയാനുള്ള ഒരു സ്പേസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്.
അതുപോലെ തന്നെ യെസ്. അപ്പൊ ഇതിനൊക്കെയാണ് എന്ത് പറയാ, ജെന്റൽ പാരന്റിങ് എന്ന് പറയുന്നത്. ഓക്കെ. കുട്ടികളിൽ സംഭവിക്കുന്ന വേറൊരു കുഴപ്പമാണ് പീർ പ്രഷർ. അതായത് പീർ പ്രഷർ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ചുറ്റുപാടിൽ നിന്ന്, അത് കുട്ടിക്ക് എന്നല്ല കേട്ടോ, നമ്മളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്നും ഒത്തുപോവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന കുറച്ച് മാറ്റങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒരുപാട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ കുട്ടി വലുതാവാണ്, ഈ കുട്ടി ടീനേജിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് ഏറ്റവും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും എന്നറിയോ? ഈ കുട്ടിയുടെ ഫ്രണ്ട്സിനെ പോലെ തന്നെ ഈ കുട്ടിയും ആവാൻ ശ്രമിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ സ്ഥാനം ഉണ്ടാവണില്ല. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യാണ്? ചില കാര്യങ്ങൾ തെറ്റാണെങ്കിൽ കൂടെ ആ തെറ്റ് അവിടെ ചെയ്യാൻ ഈ കുട്ടി ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാ? ഈ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം, ഈ കുട്ടിയുടെ കൂട്ടായ്മന്റെ ഒപ്പം ഈ കുട്ടിക്ക് ഒത്തുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ ഒരു ചിന്താഗതി വന്നത്? അത് ഈ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റാണ്. കാരണം എന്താ അറിയോ? നമ്മളുടെ നമ്മള് മിക്ക പാരന്റ്സും ചെയ്യുന്ന ഒരു ഫോൾട്ടാണ് ചെറിയ കുട്ടികളെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ ചെറിയ മക്കളായിരിക്കാം, ചിലപ്പോ 5 വയസ്സിന് താഴെയും 7 വയസ്സിനൊക്കെ താഴെയായിട്ടുള്ള മക്കളായിരിക്കാം. ഈ മക്കളെ പോയിട്ട് നമ്മൾ പറയണം, നീ എന്താടാ ഇങ്ങനെ ഡ്രസ് ചെയ്ത്, നീ എന്താടാ ഇങ്ങനെ ഡ്രസ് ചെയ്ത്, ആ കുട്ടി നോക്ക് നല്ല രസമില്ലേ അവള് ഡ്രസ് ചെയ്തത്, നീ എന്തെങ്ങനെ ഡ്രസ് ചെയ്തിരിക്കണ് ചോദിക്കുമ്പോ ഈ കുട്ടിക്ക് ഉള്ളിൽ എന്താ വരുന്നത്? ഓ ഞാൻ പോരാ, എനിക്ക് അവളെ പോലെ ആവേണ്ടി വരുംല്ലേ എന്ന് ഈ കുട്ടീന്റെ ഉള്ളില് നമ്മളായിട്ട് ഒരു തോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യാം, മറ്റുള്ള കുട്ടികളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാം. ആ കുട്ടിനെ പോലെ നടന്നൂടെ, ആ കുട്ടിനെ പോലെ ഡ്രസ്സ് ചെയ്തൂടെ, ആ കുട്ടിനെ പോലെ ഹെയർ സ്റ്റൈൽ ചെയ്തൂടെ, അവള് നോക്ക് അവള് നോക്ക്, അവൻ നോക്ക് അവൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സംഭവമാണ്, ഈ കുട്ടിക്ക് സെൽഫ് എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് കുറയാണ്, സെൽഫ് എഫിക്കസി കുറയാണ്. അതായത് സെൽഫ് ഇമേജ് അതോടെ ഒരു നെഗറ്റീവ് ആയിട്ട് വരികയാണ്. അതിന്റെ അർത്ഥം സ്വന്തത്തോടുള്ള പൊരുത്തക്കേട് ആ കുട്ടിക്ക് അവിടെ കൂടുകയാണ്. അപ്പൊ ഈ കുട്ടി എപ്പോഴും വിചാരിക്കണം എന്താണെന്ന് അറിയോ? ചെറുപ്പം തൊട്ടേ നമ്മൾ ആ കുട്ടിന്റെ ഉള്ളിൽ ഇട്ടുകൊടുത്ത ഒരു കാര്യമാണ് എന്ത്? ആ കുട്ടി പോരാ, സ്വന്തമായിട്ട് ആ കുട്ടിക്ക് ഒരു നല്ലൊരു അഭിപ്രായം ഉണ്ടാവണില്ല എന്നുള്ളത്. നമ്മുടെ മക്കള് എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് സ്വീകരിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ കൊണ്ടുവരണം. നീ എങ്ങനാണോ അങ്ങനെ ഈ ഉമ്മക്ക് ഇഷ്ടാണ്, നീ ഇങ്ങനെ നടന്നാ മതി, ഉമ്മക്ക് നിന്നെ അങ്ങനെ ഇഷ്ടാണ്, നീ ഒരുപാട് അങ്ങനെ ആവണമെന്നൊന്നുമില്ല, നീ നീ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുന്നില്ലേ, കുഴപ്പമില്ല, നമുക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്ട് എന്ത് ചെയ്യാ, നമുക്ക് ആ കുട്ടിക്ക് നല്ലൊരു ഡ്രസ്സ് കാണിച്ചു കൊടുക്കാം. ഇത് നീ ഇട്ട് നോക്ക് മോളെ, ഇത് ചിലപ്പോ നിനക്ക് നല്ല രസം ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിൽ നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ആ മക്കൾ എങ്ങനാണ് അവരുടെ സ്വന്തത്തെ സ്നേഹിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഈ കുട്ടി വലുതാവുമ്പോൾ എന്ത് സംഭവിക്കണില്ല? സ്വന്തത്തോടുള്ള പൊരുത്തക്കേട് വരുന്നില്ല. അപ്പൊ ഏതൊരു കൂട്ടായ്മയിൽ പോയാലും തെറ്റ് കണ്ടാലും ആ കുട്ടിക്ക് അത് ചിലപ്പോ ചെയ്യാൻ തോന്നില്ല. ചിലപ്പോ ആ ഒരു കൂട്ടായ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ സിഗരറ്റ് വലിക്കേണ്ടി വരും, ചിലപ്പോ മദ്യപിക്കേണ്ടി വരും, ചിലപ്പോ അവരെ പോലെ ഡ്രസ്സ് ചെയ്യേണ്ടി വരും, ചിലപ്പോ അവരെ പോലെ ലിപ്സ്റ്റിക് ധരിക്കേണ്ടി വരും, അവരെ പോലെ മേക്കപ്പ് ധരിക്കേണ്ടി വരും, അവരെ പോലെ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടി വരും. എന്നാലൊക്കെ ഈ കുട്ടിക്ക് അവിടെ സ്ഥാനം ഉള്ളൂ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യാണ്? അതൊക്കെ ഫോളോ ചെയ്യാണ്. പക്ഷെ നമ്മൾ വളർത്തേണ്ടത് എങ്ങനെയാണ് ആ മക്കളെ? അവരങ്ങനെ നടന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ എന്റെ ഉമ്മ ഉപ്പ പഠിപ്പിച്ച പോലെ ഞാൻ നടക്കുള്ളൂ, എന്റെ ദീന് പഠിപ്പിച്ച പോലെ ഞാൻ നടക്കുള്ളൂ. ഞാൻ ഇങ്ങനെ നടന്ന കാരണത്താൽ അവരുടെ ഇടയിൽ എനിക്ക് ഒരു സ്ഥാനം ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി ഈ മക്കളെ ചെറുപ്പം തൊട്ടിന് നമ്മൾ ഉള്ളില് കൊടുത്ത് വളർത്തണം എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താ? ആഹിറം എന്നും ഓർക്കുക. അതായത് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ശിക്ഷ ആഖിറത്തിൽ എന്താന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ശിക്ഷകളെ കുറിച്ചുള്ള അറിവുകൾ നേടുക എന്നുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ഏത് തിന്മയ്ക്ക് എന്ത് ശിക്ഷയാണ് നമുക്ക് ആഖിറത്തിൽ കിട്ടാൻ പോണത് എന്നുള്ളത്, ല്ലേ? അത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതൊരു വാർണിംഗ് ആണ്, ല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 5 നേരം നമസ്കരിച്ചില്ലെങ്കിൽ, നമസ്കാരം ഉപേക്ഷിച്ചവന് ഖബറിലുള്ള ശിക്ഷ എന്താ? ആഹിറം എന്ന് മാത്രല്ല, അല്ലെ? ദുനിയാവിലും ഉണ്ടാവും ശിക്ഷ, ഖബറിൽ ഉണ്ടാവും ശിക്ഷ, ആഹിറത്തിൽ ഉണ്ടാവും ശിക്ഷ. അപ്പോ ഈ ഒരു നമസ്കാരം ഒരു ആള് നമസ്കരിച്ചിട്ടില്ല, കറക്റ്റ് ആയിട്ട് നമസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഖബറിൽ എന്താണ് ശിക്ഷ?
ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കല്ല് കൊണ്ട് നമ്മളുടെ തലയില് മലക്കുകൾ അടിക്കും. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നമ്മളുടെ തല നമ്മുടെ ശരീരത്തിൽ നിന്നും അറ്റുപോകും. അറ്റിട്ട് ഉരുണ്ടു പോകും. വീണ്ടും ആ തലനെ തിരിച്ച് നമ്മളുടെ ബോഡിയിലോട്ട് ഫിറ്റ് ചെയ്യും. പഴയ രീതിയിൽ ആ തലനെ ആക്കിയെടുക്കും. അതെന്തിനാ പഴയ രീതിയിലാക്കണത്? നമുക്ക് വേദന ആദ്യം തൊട്ട് പഴയതുപോലെ ഒന്നും കൂടെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് എന്താ, ഈ ശിക്ഷനെ കുറിച്ച് നമ്മൾ അറിയുമ്പോ നമുക്ക് ഒരു ഗൗരവം വരികയാണ്, ഒരു വാർണിംഗ് ആയിട്ട് അല്ലെ, ഒരു അവയർനെസ് നമുക്കുള്ളിൽ വരികയാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ 5 നേരം നമസ്കരിക്കണം. അപ്പൊ ഒരു നേരം വക്കത്ത് നമ്മൾ ലേറ്റ് ആയാലും കളവാകേണ്ടി വന്നാലും നമുക്ക് ഉടനെ ഈ ശിക്ഷയാണ് അവിടെ ഓർമ്മ വരുന്നത്. അപ്പൊ ഏത് തിന്മയ്ക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷകളാണ് എന്നുള്ളത് ഓൾറെഡി അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വാണിംഗ് ആയിട്ട്. അതായത് അറിഞ്ഞിട്ട് നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷ വീണ്ടും കൂടുകയാണ്, ഇരട്ടിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്തുണ്ടാവും, ആഖിറത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. ഇനി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും എന്ത് ചെയ്യുക, നമസ്കാരം കഴിഞ്ഞിട്ട് ഒക്കെ ഹിദായത്തിന് വേണ്ടിയിട്ട് അല്ലാഹ് ഞങ്ങളുടെ ഹൃദയം എന്നും ഹിദായത്ത്, സുബ്ഹാനഹു ഹിദായത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള വഴികൾ നീ ഞങ്ങൾക്ക് എളുപ്പാക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ദുആ ചെയ്യുക. കാരണം നമ്മൾ എന്തൊരു തീരുമാനങ്ങൾ എടുത്താലും എന്തൊരു വഴികൾ നമ്മൾ ഇതിനു വേണ്ടി സ്വീകരിച്ചാലും അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ഹെൽപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സക്സസ് കാണാൻ കഴിയൂല എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം ട്ടോ. ചിലപ്പോൾ നമുക്ക് ഇത്രയും അറിവുകളുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു, എന്നിട്ടും നമ്മൾ ഈ ഫോണിന്റെ പുറകെ ഒക്കെ പോവുകയാണ്, ഫോണിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളുടെ പിന്നാലൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല, റബ്ബിന്റെ ഹിദായത്തും കൂടെ നമുക്ക് വേണം. അപ്പോ നമ്മൾ പരിശ്രമിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും വേണം, ദുആ ചെയ്യും വേണം. അടുത്ത ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ചിലപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം ചില ചാനലുകൾ അല്ലെ. അപ്പൊ അവരിൽ നിന്നുമുള്ള ന്യൂ വീഡിയോസ് അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റഗ്രാമിലുള്ളത് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മളുടെ ഫോണിൽ വന്ന് കിടക്കും. അത് കാണുമ്പോൾ അതങ്ങോട്ട് അമർത്താതെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, എന്താന്ന് നോക്കാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ബെറ്റർ ഐഡിയ എന്താണ്, അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത് ടൈം ഒരുപാട് പോകുന്നതിൽ നിന്നും ഹെൽപ്പ് ആക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ, പരമായ പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുക. ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മളുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു വരികയാണ്. ബട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. എന്താണ് ഓഫ്ലൈൻ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ? ഒന്ന് ഇബാദത്തുകളാണ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ എല്ലാത്തിനും ഒരു റീസൺസ് ആണ്. ടൈം ഇല്ല എന്നുള്ളത്. ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം നമുക്ക് അള്ളാന്റെ നിയമത്ത് കൊണ്ട് എത്ര സമയമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുകള്, അതേപോലെ നമസ്കാരങ്ങള്, അതിനപ്പുറം എക്സസൈസുകൾ നമുക്ക് വർദ്ധിപ്പിക്കുക. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. മെഡിറ്റേറ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എത്ര നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജികളാണ് നിങ്ങൾക്ക് കൊണ്ടു തരാന്നറിയോ. അപ്പൊ ഇതൊക്കെ ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ആണ് അല്ലെ. അത് ചെയ്യുക. അതേപോലെ പ്ലാന്റിങ് ചെയ്യുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ വളർത്തുക. ഇതൊക്കെ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വീട് എപ്പോഴും വൃത്തിയാക്കി വെക്കുക. വീട് വൃത്തിയാക്കി വെക്കുമ്പോൾ നമുക്ക് മനസ്സിന് വരുന്ന ഒരു കുളിർമ ഉണ്ടല്ലോ, നല്ല രസമുള്ള ഒരു കുളിർമയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി വെക്കുക, വീട് വൃത്തിയാക്കി വെക്കുക, കുറച്ച് ലോണ്ടറി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് ഓഫ്ലൈൻ ആക്ടിവിറ്റീസുകൾ കുറച്ച് അധികരിപ്പിക്കും തോറും നമ്മളുടെ മെന്റൽ ഹെൽത്തും നല്ല രീതിയിൽ ആവുന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഫൈനലി നമുക്കൊരു ദുആ പഠിക്കാം, 2 ദുആക്കൾ പഠിക്കാം കേട്ടോ. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള 2 ദുആക്കളാണ്. ഇത് നിങ്ങൾക്ക് അറിയുമായിരിക്കാം, നിങ്ങൾ ഫോളോ ചെയ്യുന്നതുമായിരിക്കാം. ബട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഈ ദുആ കാട്ടുകയാണെന്ന് മാത്രം കേട്ടോ. സഹീഹ് ആയിട്ടുള്ള ദുആക്കളാണ്. എന്താണ് ആദ്യത്തെ ദുആ നോക്കൂ.
യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് എന്താ പറയുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബി, അതായത് മനസ്സിനെ മാറ്റിമറിക്കുന്ന റബ്ബേ. മനസ്സിനെ പല രീതിക്ക് മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് അല്ലെ? അപ്പൊ മനസ്സുകളെ മാറ്റിമറിക്കാൻ കഴിവുള്ള റബ്ബേ, സബ്ബിത് ഖൽബി, എന്റെ കൽബിനെ നീ ഉറച്ചു നിർത്തുക. എന്തിൽ ഉറച്ചു നിർത്തുക? അലാ ദീനിക്, ദീനില് എന്റെ കൽബിനെ നീ ഉറച്ചു നിർത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഹിദായത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ദുആ ചെയ്യാണ്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ എപ്പോഴും അധികരിപ്പിക്കേണ്ട ഒരു ദുആ ആണ്. 5 നേര നമസ്കാരത്തിന് ശേഷമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ദുആ എപ്പോഴും ഫോളോ ചെയ്യാം. അടുത്തൊരു ദുആ നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ. അല്ലാഹ്, ഞാൻ ചോദിക്കാണ്. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? ഇന്നി അസ്അലുക്കൽ ഹുദ, ഹിദായത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാണ്. പിന്നെന്താ ചോദിക്കുന്നത്? വത്തഖ, വത്തഖ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഷ്യസ്നെസ് അല്ലെ? തക്കുവ, അള്ളാഹുവിനെ കുറിച്ചുള്ള എപ്പോഴുമുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള അത്തരം കാര്യങ്ങളിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? തക്കുവ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടും നമ്മൾ ചോദിക്കുകയാണ്. പിന്നെന്താ ചോദിക്കുന്നത്? വൽ അഫാഫ. അഫാഫ എന്ന് വെച്ചാൽ എന്താ? പ്യൂരിറ്റി. ഓക്കെ, അതായത് നമ്മളൊരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും പ്യൂർ ആയിരിക്കണം. ഈ പ്യൂർ ആയിട്ടുള്ള ഹൃദയത്തിൽ നമ്മൾ പോലും അറിയാണ്ട് കുറച്ച് ബ്ലാക്ക് ഡോട്ടുകൾ കൊണ്ടുവരും. എന്ത്? മൊബൈൽ ഫോണിന്റെ ഫിത്തനകളൊക്കെ കേട്ടോ. അപ്പൊ അതിൽ നിന്നുമൊക്കെ പ്യൂരിറ്റി ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. പ്യൂരിഫൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. പിന്നെന്താ ചോദിക്കുന്നത്? ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആരുടെയും ആശ്രയം ഇല്ലാതെ ഒരു ജീവിതം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു നിഅമത്തല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കും ട്ടോ, നമ്മളിപ്പോ നമ്മളുടെ ജീവിതമൊക്കെ നിത്യജീവിതം നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് വേറൊരാൾക്ക്, അതിപ്പോ നമ്മുടെ സ്വന്തം ഇണയാണെങ്കിലും നമ്മളുടെ സ്വന്തം പാരന്റ്സ് ആണെങ്കിലും, നമ്മുടെ പാരന്റ്സ് നമ്മളെ നോക്കിയവർ തന്നെയാണ് ചെറിയ പ്രായത്തിലൊക്കെ. പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവായിട്ടുള്ള ഒരു പ്രായത്തിലും നമ്മളുടെ പാരന്റ്സ് നമ്മളെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ? അതിനിപ്പോ ഞാൻ പറഞ്ഞതുപോലെ പാരന്റ്സ് ആണെങ്കിലും ഇണകളാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിൽ കൂടെ അത് ഒരു പ്രയാസം തന്നെയാണ്. അപ്പൊ മരിക്കുന്നത് വരെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്വന്തം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനുള്ള ഒരു നിയാമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ദുആയിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ 2 ദുആക്കളും എന്ത് ചെയ്യാം? പരമാവധി നിങ്ങൾ ഫോളോ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ജീവിതം നമ്മൾക്ക് നയിക്കാനും, നമ്മളുടെ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ തന്നെ നയിക്കാനും, ഈ കാലഘട്ടത്തിന്റെയും ദജ്ജാലിന്റെയുമായിട്ടുള്ള എല്ലാ ഫിത്തനകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ഒരു തസ്കിയ ക്ലാസ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗുണകരമാവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്തെങ്കിലും ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാട്ടോ. ഇൻഷാ അല്ലാഹ്. ഇതിൽ അവസരമില്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലാണെങ്കിലും നിങ്ങൾക്ക് അയക്കാം. എൻ്റെ ഫോൺ നമ്പർ നൂറുൽ ഖുർആൻ അക്കാദമിയുടെ അധികൃതരോട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ലഭിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി ട്ടോ. അൺമ്യൂട്ട് ചെയ്ത് തരും. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരെയും കാണുന്നില്ല. എനിവേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ യെസ്, ഫോൺ നമ്പർ ഫോൺ നമ്പർ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ ഇൻഷാ അല്ലാഹ് ഫോൺ നമ്പർ തരും. ഓക്കെ, എന്നിട്ട് അതിൽ എൻ്റെ വാട്സപ്പ് ആണ്, വാട്സപ്പും ഉണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഇവിടെ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഗുണപരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വആഖിറു ദഅവാഹും
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നെയിം എന്താന്നോ? നെയിം ജംസീന എന്നാണ് ട്ടോ. ഇൻഷാ അല്ലാഹ്. ربنا وتقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.